അനുസ്മരണ പ്രഭാഷണമാണ്. പ്രഭാഷണം നടത്തുന്നത് ശ്രീ ചാക്കോടി അന്തിക്കാടാണ്. ദയവായി പുറത്തു നിൽക്കുന്ന എല്ലാവരും അകത്ത് കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രഭാഷണം ആരംഭിക്കാൻ പോകുകയാണ്. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് 2025 ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസംബർ 21 ഇന്ന് സെഷൻ ഈ നാടിൻ്റെ ഒരു സ്പന്ദനവും പോരാട്ടത്തിൻ്റെ ഊർജവുമായിരുന്ന ഭരത് പി ജെ ആന്റണിയെ കുറിച്ചുള്ള അനുസ്മരണമാണ്. അനുസ്മരണം 1 മണിക്കൂറുണ്ട്. തീർച്ചയായിട്ടും 10 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത ഒരു ചരിത്ര പുരുഷനാണ്. 3 ദിവസം പറഞ്ഞാലും തീരില്ല. പക്ഷേ ഈ പി ജെ ആന്റണി അനുസ്മരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൊത്തം ഒന്ന് വോമാക്കാൻ വേണ്ടി എൻ്റെ മകൻ തിയോ പി ജെ ആന്റണിയുടെ ബിന്ദു എന്ന് പറയുന്നൊരു പാട്ട് ആലപിച്ചിട്ട് നമുക്ക് വേറൊരു മൂഡിലേക്ക് പി ജെ ആന്റണിയിലേക്ക് പ്രവേശിക്കാം. പെരിയാർ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജെ ആന്റണി സംവിധാനം ചെയ്ത സിനിമയാണ്. അതിലെ ബിന്ദു എന്ന് പറയുന്ന ഗാനമാണ്. അത് തിയോ ആലപിച്ചിട്ട് ഞാൻ അതിനെ തുടർന്ന് സ്മരണയിലേക്ക് കിടക്കാം. മകൻ തിയോ മ്യൂസിക് BA കഴിഞ്ഞിട്ട് അവൻ ഇതാണ്. അത് അമ്മയുണ്ട്, മ്യൂസിക്കിൻ്റെ പ്രൊഫസറാണ്, ചിറ്റൂർ ഗവൺമെൻറ് കോളേജ്. കമ്പോസർ ആൻഡ് സിംഗറാണ്. ഇങ്ങോട്ട് നീങ്ങി കിട്ടും തിയോ, ഇങ്ങോട്ട് നീങ്ങി അല്ലെങ്കിൽ ഫ്രെയിമിൽ കിട്ടില്ല. അവൻ ഒരുപാട് ആത്മോത്സവം ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അവൻ ഇത് ആലപിക്കുന്നു. ബിന്ദു പാടും. നമസ്കാരം. പെരിയാർ എന്ന സിനിമയിലെ ഒരു പാട്ടാണ് പി ജെ ആന്റണി ബിന്ദു. അതൊരു ഹമ്മിങ് നോക്കിയിട്ടാണ്.
മാപ്പുതരൂ മാപ്പുതരൂ ബിന്ദു ബിന്ദു ഒതുങ്ങി നിൽപ്പു കടശോകത്തിൻ സിന്ധു ബിന്ദു ബിന്ദു ഒതുങ്ങി നിൽപ്പു കടശോകത്തിൻ സിന്ധു ബിന്ദു ബിന്ദു. താങ്ക് യു. പി ജാനകിക്ക് പ്രണാമം. സുഹൃത്തുക്കളെ, നമ്മൾ PJ സ്മരണയിലേക്ക് കടക്കാം. എന്തായാലും ഭരത് PJ ആന്റണി ഭരത് അവാർഡ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് 73 നിർമാല്യ ടി.വാസു നായർ സംവിധാനം ചെയ്ത നിർമാല്യത്തിലാണ് അത് വന്നത്, എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം എടുത്ത ഫിലിമാണ് പെരിയാർ. തിലകൻ ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. ആലുവ പുഴയോരത്ത് ബേസ് ചെയ്തിട്ടാണത്. അതിലത്തെ പാട്ടാണ് നിങ്ങൾ കേട്ടത്. തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി ഒരു സ്മരണ വരുമ്പോൾ അവസാന നിമിഷത്തിലേക്കൊന്ന് പോകാം. PJ ആന്റണിയുടെ അവസാന നിമിഷം എന്ന് പറയുന്നത് 1979 മാർച്ച് 13, 14. അതാണ് അവസാനത്തെ 2 ദിവസങ്ങൾ. 14-ാം തീയതി ഉച്ചയ്ക്കാണ്, മാർച്ച് 14-നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഇത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പുസ്തകത്തെ ഒന്ന് പറയുകയാണ്. PJ ആന്റണി ജീവിതം ഒരു ആഹ്വാനം എന്ന് പറയുന്നത് ഞാൻ എഴുതിയ പുസ്തകമാണ്. വലിയൊരു ജീവചരിത്ര പുസ്തകമാണ്. 2 വർഷമൊക്കെ എടുത്ത് സാഹിത്യ അക്കാദമിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്ത് 2011 മാർച്ച് 10-നാണ് പുസ്തകം ഇറങ്ങുന്നത്. 4 അവാർഡ്സൊക്കെ കിട്ടിയ ബുക്കാണ്. ഇതിനകത്ത് സമഗ്രമായിട്ട് അദ്ദേഹത്തിൻ്റെ പഠനമുണ്ട്. ഇതിൻ്റെ ഒരു പ്രചോദനം കൊണ്ടാണ് ഈ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്നത് നമ്മുടെ NPS PJ ആന്റണി കൊച്ചിയിലെ PJ ആന്റണി ഫൗണ്ടേഷന് ചേർന്നുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കവി S. രമേശിൻ്റെ നേതൃത്വത്തിൽ നടന്നു. 4 വോളിയത്തിൽ 1 വോളിയാണത്. 3000 പേജോളം ഉണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തെ അവഗണനയ്ക്ക് ശേഷം കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിലേക്ക് സംഭാവന ചെയ്യപ്പെട്ടതാണ്. ഒരു അസറ്റാണ് ഈ പുസ്തകങ്ങളെല്ലാം. ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്നതിൻ്റെ 10 ഇരട്ടി കാര്യങ്ങൾ വായിച്ചാൽ തീരാത്ത 3000 പേജ് 750 × 4 വോളിയം എന്ന് പറഞ്ഞാൽ അറിയാലോ. 32 നാടകങ്ങളും കഥകളും സ്മരണകളും കവിതകളും അതിശക്തമായ വിപ്ലവ കവിതകളും ആ വിപ്ലവ ഗാനങ്ങളിൻ്റെ തുടർച്ചയാണ് പിന്നീട് ഒരുപക്ഷെ വയലാറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്രചോദനമായിരിക്കാം. തുറന്നു വന്ന് ഒരുപാട് വിപ്ലവ കവിതകൾ വരുന്നു. ഒരു ചെറിയ റിലാക്സേഷൻ വേണമല്ലോ. അത് നേരത്തെ ഞാൻ മരണത്തെക്കുറിച്ച് പറയുന്നു. ആ മുഹൂർത്തം പറയാം. K എന്ന് പറയുന്ന എന്നും ഇവിടെ താമസിക്കുന്നുണ്ട് കാർത്തികേയൻ. ഈ PJ ആന്റണിയുടെ അരിമ ശിഷ്യൻ എന്ന് പറയാം. കാർത്തികേയൻ അറിയുന്നവർ എന്തായിരിക്കും. PJ ആന്റണിയുടെ ഒപ്പം ആ റൂമിൽ താമസിക്കുകയും അദ്ദേഹം ഹൈ ഡയബറ്റിക് ആയിരുന്നു. അവസാന സമയത്തൊക്കെ ഹൈ ഡയബറ്റിക്. നിർമ്മാല്യം ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എങ്ങനെയാണ് ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു നടൻ ഹൈ ഡയബറ്റിക് ആയിരിക്കുമ്പോഴും വഴങ്ങാതെ ക്രിയേറ്റിവിറ്റി ഊന്നിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോയതല്ലോ. ബക്കറിൻ്റെ ഫിലിം ഈ പറഞ്ഞ മണ്ണിൻ്റെ മാറലാണ്. PJ ആന്റണി തുടങ്ങുന്നത് നോക്കണം, വളരെ ദളിതമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തുള്ള രണ്ടിടങ്ങഴിയിൽ നിന്നാണ് തുടങ്ങുന്നത്. രണ്ടിടങ്ങഴിയിൽ നിന്ന് അതിശക്തമായ ദളിത് ക്യാരക്ടർ ചെയ്ത PJ ആന്റണി അതേപോലെ കണ്ടൻ കോര എന്ന് പറയുന്ന മറ്റൊരു ദളിത് ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് മരിച്ചു വീഴുന്നത്. ആ സിനിമയിൽ എങ്ങനെയാണ് മരിച്ചു വീഴുന്നത്, ചോര ശബ്ദിച്ച് മരിച്ചു വീഴുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ക്യാരക്ടറും ശ്രദ്ധിക്കാത്ത 57 പറഞ്ഞ സുബ്രഹ്മണ്യൻ ചെയ്ത രണ്ടിടങ്ങളിലും ദളിത് ക്യാരക്ടർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഒരിക്കലും ഗ്ലാമർ നടൻ്റെ സെലിബ്രിറ്റി നടന്മാരുടെ അപ്പിയറൻസ് അല്ല PJ ആന്റണി. ഭയങ്കര റഫായിട്ടുള്ള ഒരു ഡോസ്റ്റോവ്സ്കിയൻ ടച്ചൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് മുഖത്ത്. അപ്പോൾ അതേപോലെ ക്യാരക്ടേഴ്സ് അതുപോലെ ചെയ്യുന്നു. സിനിമയുടെ ചരിത്രത്തിലേക്ക് ഞാൻ പിന്നെ പോവാം. അന്ന് രാത്രി രാവിലെ മുതൽ തുടങ്ങിയ ഡബ്ബിങ്
മേരി ചേച്ചി കൊടുത്തു വിട്ടിട്ടുള്ള മേരി ആന്റണി ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ചെമ്മീൻ കൊണ്ടുള്ള അച്ചാറും അത് കഴിച്ചുകൊണ്ടൊക്കെയുള്ള മറ്റ് ചില ശീലങ്ങളുണ്ടല്ലോ, പറയാതെ അറിയാലോ. അങ്ങനെ നേരം വെളുക്കുമ്പോൾ തുടങ്ങി ഡബ്ബിങ് തുടങ്ങി പുലർച്ചെ പിറ്റേ ദിവസം, അതായത് 14-ാം തീയതി നേരം വെളുത്തു, ഡബ്ബിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡബ്ബിങ് ചെയ്യുമ്പോൾ അതിൻ്റെ റെക്കോർഡിങ് ചെയ്യുന്നവരും ആ ടെക്നീഷ്യൻസിന് പോലെ ആൾ ക്ലാസ് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് മരിച്ചു വീഴുന്ന സമയത്ത് മരണം മുന്നിൽ കാണുമ്പോഴൊക്കെ എങ്ങനെയാണ് എക്സ്പ്രഷൻസ് ചെയ്യേണ്ടത്, വോയിസ് മോഡുലേഷൻ ചെയ്യുന്നത്, അവർക്ക് ക്ലാസ് കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ആണ്. പുള്ളി വെറുതെ ഇരിക്കില്ലല്ലോ. പുലർച്ചെ 3-3:30 ബക്കർക്കും മറ്റു ടെക്നീഷ്യൻസിനും തോന്നുകയാണ്, ആന്റണി ചേട്ടാ നമുക്ക് ഇന്ന് നിർത്തി വെച്ചിട്ട് അവസാനം കുറച്ച് സംഗതിയിലേ ഉള്ളൂ, നമുക്ക് നാളെ 10 മണിക്ക് ശേഷം കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്ന് പറയുമ്പോൾ പിജാന് ഭയങ്കര റഫ് വോയിസാണ്. ബക്കറെ ഇന്ന് വേണമെങ്കിൽ അത് തീർത്തോ, നാളെ ഞാൻ ഉണ്ടായില്ലെങ്കിലോ. ഇത് സ്റ്റുഡിയോയിലുള്ള എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുക. നാളെ ഞാൻ ഉണ്ടായില്ലെങ്കിലോ, ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും ഡബ്ബിങ് തീർക്കാം. അങ്ങനെയാണ് അവസാനത്തെ ഡയലോഗ് പോലും ഡബ് ചെയ്തിട്ട് പിച്ചാരണി വീട്ടിലേക്ക് വരുന്നു. കെൻ്റെ കൂടെ വരുന്നു. കെൻ്റെ കൂടെ വന്നിട്ട് കിടക്കും. ചെറിയ പനിയുണ്ട്. മോർണിംഗിലൊക്കെ നേരത്തെ എഴുന്നേൽക്കും. പുള്ളിയുടെ ശീലങ്ങൾ ചിലത് പറയാം. നമുക്ക് ആരുമില്ലാത്ത ഈ സിഗരറ്റിൻ്റെ കൂട് സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ തോന്നുന്നു. ആ കൂട്ടിൽ എന്നും 4 വരി എഴുതി വയ്ക്കും. ഒന്നിൽ ടാക്കോറായിരിക്കും, ഇല്ലെങ്കിൽ ശല്യമായിരിക്കും. അത് കെൻ എഴുന്നേറ്റ് വരുമ്പോൾ കാണാൻ സിഗരറ്റിന് കൂടുമ്പോൾ 6 വരി കവിത എഴുതിയിട്ട് മേശപ്പുറത്ത് വയ്ക്കും. അത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അന്നും പതിവ് പോലെ അദ്ദേഹം എഴുന്നേറ്റു, കട്ടൻ ചായ കഴിക്കണം, ഈ ഇത് സ്മോക്കിംഗ് ഉണ്ട്, അപ്പോൾ ഈ വരി എഴുതി വെച്ചു. കെയാ പനിയുണ്ട്, കുളിരുന്നുണ്ട്, നീ തൂത്തുക്കുടി ഓറഞ്ച് ഐസില്ലാത്ത ഒരു ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് കൊണ്ടുവന്നത് നന്നായിരിക്കും. ഞാൻ മേരി ആന്റണിക്കുള്ള മേരി ആന്റണിക്കുള്ള ഒരു കത്ത് ഞാൻ എഴുതുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് എഴുതാം, നീ എപ്പോഴേക്കും പോയിട്ട് ഈ തൂത്തുക്കുടി ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവരുന്നു. കെൻ ഓടി. കെൻ പുറത്ത് പോയി ജ്യൂസായിട്ട് വരുമ്പോൾ കെൻ പോയ ഉടനെ സംഭവിക്കുന്നത് ബ്ലീഡിങ് തുടങ്ങിയാൽ ചുമ തുടങ്ങി. അവിടേക്ക് ചോര വീണു, ബാത്റൂമിലേക്ക് എത്തുന്നു, ചോര ഛർദ്ദിക്കുന്നു. കെൻ തൂത്തുക്കുടി ഓറഞ്ചായിട്ട് കയറി വരുമ്പോൾ ചോര വീണ് കിടക്കുന്ന തറ കാണുന്നു, അകത്തേക്ക് കയറുന്നു, ബാത്റൂമിൻ്റെ അവിടെ വീണ് കിടക്കുന്നു. അലറി വിളിച്ചുകൊണ്ട് ഓറഞ്ചൊക്കെ കയ്യിൽ പോയി, ജ്യൂസ് മടിയിൽ കിടത്തുന്നു. ഉടനെ തന്നെ ഫോൺ നമ്പറിൽ ബക്കറ വിളിക്കുന്നു. ഉടനെ തന്നെ കിട്ടാവുന്ന ആളുകൾ വിളിക്കുന്നു, വണ്ടി വരുന്നു, ഹോസ്പിറ്റലിലേക്കുള്ള ഷിഫ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ഷൂട്ടിംഗ് അവിടെ തമിഴ്നാട്ടിലെല്ലാം NTR പടമൊക്കെ എല്ലാം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. 12 മണിക്ക് കാത്തിരിക്കുന്നവർക്ക് ഒരു ന്യൂസാണ്, പോയടാ അച്ചായൻ പോയടാ എന്ന് പറയുന്നൊരു വാർത്തയായിട്ടാണ് കെൻ്റെ മുമ്പിലേക്ക് ഇവരെത്തുന്നത്. തമിഴ്നാട്ടിലെ എല്ലാ ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിലും ഷൂട്ടിംഗ് നിർത്തി വെച്ചു. പ്രേം നസീർ ലൊക്കേഷനിൽ നിന്ന് ഓടി വരുന്നു. ഇങ്ങനെയുള്ളൊരു മുഹൂർത്തം, ആ സമയം, ചരിത്രമാണ് അവസാനിക്കുന്നത്. തലേ ദിവസം സ്റ്റുഡിയോയിൽ വന്ന് പറഞ്ഞ ആ വാക്ക് ആ ടെക്നീഷ്യൻസ് പിന്നെ നാണയിലും ബക്കർ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് റെഫറൻസിന് ശേഷമാണ് ഈ പുസ്തകം എഴുതുന്നത്. അപ്പം പറയാനൊക്കെ പോയിരുന്നു ഫുള്ള് ആ പീരീഡിൽ ഉള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അപ്പോൾ ആ ഡബിങ് ആള് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്ത് ഫിനിഷ് ചെയ്യാത്ത ചാപ്പ ഇതിലത്തെ ചൂളയിലത്തെ കുറച്ച് ഡയലോഗുകൾ ഡബിങ് ബാക്കിയുണ്ടായിരുന്നു. അത് വേറെ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അത് പിന്നീട് ആലപ്പി അഷറഫ് എന്ന് പറയുന്ന ഈ മിമിക്രി ആർട്ടിസ്റ്റ് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ വിളിക്കുമ്പോൾ പറയുന്നത്, ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ കാലുകുത്തിയത് പിജാനി ചേട്ടൻ്റെ ശബ്ദം മിമിക്രി ചെയ്തുകൊണ്ടാണ്. ആലപ്പി അഷറഫിനെ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചൂളയിലെ ഡബിങ്ങിൽ പിജാനി ചേട്ടൻ്റെ ശബ്ദം ഡബ് ചെയ്ത് കൊടുത്ത ആലപ്പി അഷറഫാണ്. ഫസ്റ്റ് ആളുടെ ഡെബ്യൂ ആണ്, അരങ്ങേറ്റമാണ് ആലപ്പി. അത് പിന്നീടാണ് ആ ചൂള പുറത്തു വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം. ഒരു 54 വയസ്സ് വരെയുള്ള ചരിത്രമാണ്. നമ്മൾ ആലോചിച്ചാൽ മതി. 1925 2025 അതാണ് ജന്മശതാബ്ദി വർഷമാകുന്നത്. ഞാനിതൊരു 1-2 എന്നുള്ള വിവാദം നിൽക്കുന്നുണ്ട്. അപ്പോൾ പിറന്നത് 1-നാണെന്നൊരു വിഭാഗം എഴുതുന്നു, 2-നാണെന്ന് പറയുന്നത്. പോട്ടെ, ന്യൂ ഇയറിൽ പിറന്നു എന്ന് തന്നെ പറയാം.
ആ ഒരു ഈ 54 വർഷത്തിനിടയിലാണ് 115ഓളം നാടകങ്ങളും 70ഓളം സിനിമകളും അതിശക്തമായ പ്രതിഷേധ കുറിപ്പുകളും നാടകസ്മരണ നാടകം ഉലകം പോലുള്ള പിന്നെ പുസ്തകങ്ങളും ഒരുപാട് കവിതകളും ഒക്കെ ആയിട്ട് പി ജെ ആന്റണി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരുപക്ഷെ ലോക സിനിമകളിൽ ഞാൻ ഇന്നലെ ഒരു ജസ്റ്റ് FB-യിൽ ഒരു ലൈവ് കൊടുക്കുന്നു, അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ ഫ്ലാഷ് ബാക്ക് പുറകോട്ട് പോവാം. ലോക സിനിമകളിൽ ഏറ്റവും റബ്ബലായിട്ടുള്ള കുറച്ച് സീക്വൻസുകൾ പറയാം. അപ്പോൾ ഇന്ത്യൻ സിനിമ എടുക്കാം. ലോക സിനിമ പറഞ്ഞാൽ കുറേ ഉണ്ടാവും. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും റിവോൾട്ടിംഗ് ആയിട്ടുള്ള സീക്വൻസുകൾ എന്ന് പറഞ്ഞാൽ എന്നോട് പറയാണ് 100 സീക്വൻസ് നിങ്ങൾ സെലക്ട് ചെയ്യൂ. ഈ ഒരുപാട് അവാർഡ് സിനിമകളും അല്ലാത്തതും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഏറ്റവും റിവോൾട്ടിംഗ് ആയിട്ടുള്ള ഒരു 100-101 സീക്വൻസുകൾ, യൂണിറ്റുകൾ, ഫ്രെയിമുകൾ അല്ലെങ്കിൽ ഇമേജുകൾ എടുക്കാൻ പറഞ്ഞാൽ അതിൽ ഞാൻ നിർമ്മാല്യത്തിലെ വിഗ്രഹത്തെ കാർക്കിച്ച് തുപ്പുന്ന വെളിച്ചപ്പാടിനെയാണ് 1ാം സ്ഥാനം കൊടുക്കുക. ആ വിഗ്രഹങ്ങളെ കാർക്കിച്ച് തുപ്പാനുള്ള റിവോൾട്ടിങ്, അതും വിശപ്പ് എന്ന് പറയുന്നതിന് ദേവി രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് വെളിച്ചപ്പാട് ഇങ്ങനെ സ്വയം സമർപ്പിച്ച് മുന്നോട്ട് പോയി അവസാനം വീണ്ടും കുട്ടിച്ചോറാവുന്നു. വിശപ്പ് സഹിക്കാതെ ഭാര്യയുടെ ചില വഴികൾ മാറുന്നു, ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ വേറെ മാറുന്നു. ഇതെല്ലാം ദൃക്സാക്ഷിയാവുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ട് അവസാനം വിഗ്രഹത്തെ കാർക്കിച്ച് തുപ്പുന്നു. ഇന്നൊന്നും ആ സിനിമ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതൊരു ബിംബമാണ്. അതായത് എതിർപ്പിന്റെ നമ്മുടെ ഈ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, അത് ഛിന്ന ഭിന്നമാകുന്ന നിമിഷങ്ങൾ വരുമ്പോഴെങ്കിലും മനുഷ്യൻ റിയാലിറ്റി തിരിച്ചറിയുന്നത്. ഒരു ദേവിയും വിശപ്പ് മാറ്റാൻ സഹായിക്കില്ല. എനിക്ക് അന്നം തരാത്ത ദേവി എന്തിനും ചോദിച്ചിട്ട് ആ സീക്വൻസ് മനസ്സിലാക്കിയാൽ മതി. ഇതേപോലെ നമ്മൾ ഒരുപാടുണ്ട്. വേറെ പല സിനിമകളും പറയുകയാണെങ്കിൽ പുലിജന്മത്തിലെ പ്രിയനന്ദൻ്റെ ഇത് പറയേണ്ടി വരും. അതിപ്പോൾ എല്ലാം കൂടി കണക്ട് ചെയ്യണ്ട, ഒരെണ്ണം കൂടി പറയാം. മുരളി അവസാനം വന്നിട്ട് അരിക്കാടി എൻ്റെ മുഖത്ത് എറിയോ വൈഫിനോട് പറയുന്നുണ്ട്. ഈ പുലിയുടെ വേഷം മാറി മനുഷ്യനാവെന്ന് പറയുമ്പോൾ അത് നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഭരണകൂടം അന്ന് കയറി കളിച്ചു. അതുകൊണ്ട് തന്നെ വെള്ളച്ചിക്ക് ഈ അരിക്കാടി വെള്ളം കരിഗുരുക്കളുടെ മുഖത്ത് എറിയാൻ പറ്റാതെ വരുന്ന ഒരു അലർച്ചയുണ്ട്. മറ്റൊരു തിരിച്ചറിവാണ്. അങ്ങനത്തെ കുറേ ബിംബങ്ങളുണ്ട്. ചുമന്ന ദുഡിടുതാലിൻ്റെ ഇതൊക്കെ പോട്ടെ. ഈ നിർമ്മാല്യം ഷൂട്ടിങ്ങിലേക്ക് നമ്മൾ അറ്റത്തുനിന്ന് ഇങ്ങോട്ടാണ് പോരുന്നത്. സ്മരണയുടെ ഒരു ടെക്നിക്ക് അതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു പോകുന്നതിന് പകരം അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഈ പി ജെ ആന്റണിയുടെ ഈ ഷൂട്ടിങ് എടപ്പാള് ഭാഗത്താണ് ഈ നിർമ്മാല്യം നടക്കുന്നത്. ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നത് MT വാസുദേവൻ എന്നൊരു ദൂതന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിട്ടുകൊണ്ടാണ്. കാരണം എന്താ, 68-69 പീരീഡിൽ പി ജെ ആന്റണി ഈ CID നസീർ സിനിമ കഴിഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തി, ഞാനിനി മദിരാശിയിലേക്കില്ല, നീ കോടമ്പത്തേക്കില്ല, സിനിമ ഞാൻ ഉപേക്ഷിച്ചു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് മണ്ടൻ കഥാപാത്രങ്ങൾ ഇങ്ങനെ എഴുതിപ്പിക്കുക, എഴുതപ്പെട്ടതല്ല നമ്മളിങ്ങനെ അഭിനയിക്കുക. CID നസീർ പോലുള്ളൊരു മണ്ടൻ സിനിമ അതിൽ അഭിനയിച്ചതിന് ശേഷമാണ് പി ആന്റണി ചേട്ടൻ കട്ട് ചെയ്യുന്നത്. തിരിച്ചു വന്നിട്ട് മുഷിക സ്ത്രീ എന്ന് പറയുന്ന സിനിമാക്കാരെ ഇത്രമാത്രം ആക്ഷേപഹാസ്യത്തിൽ കളിയാക്കുന്നൊരു നാടകം എഴുതി കേരളം മുഴുവൻ സഞ്ചരിക്കുകയാണ്. ശങ്കരാടി, ഗോവിന്ദൻകുട്ടി, KK സുരേന്ദ്രേട്ടൻ, KM ധർമ്മൻ ചേട്ടൻ, ഇങ്ങനെ അവർ ഒരു ഗംഭീര ടീമാണത്. കൊച്ചിയിലത്തെ ഏറ്റവും പവർഫുൾ ആക്ടേഴ്സാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ മുഷിക സ്ത്രീ. ആ സമയത്ത് 3 വർഷവും സിനിമയിലേക്ക് ഇല്ല. കാരണം മുറപ്പെണ്ണ് മുതൽ MTയുടെ ഒരുപാട് വർക്കുകൾ ചെയ്ത ആളാണ് പി ജെ ആന്റണി ചേട്ടൻ. അതിന് മുമ്പ് അസുരവിത്ത് മറ്റേ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഭാർഗവ നിലയം ബഷീറിന്റെ അതിലത്തെ വില്ലൻ എന്ന് പറഞ്ഞാൽ മറക്കില്ല. ഇപ്പൊ നമ്മളിപ്പോ ഏതോ ഒരു വില്ലനോട് സ്ത്രീകളെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നുണ്ട്. പി ജെ ആന്റണി ചേട്ടന്റെ വില്ലനാണ് കാണുന്നത്, സൈക്കിളുമായിട്ട് വരുന്ന. അപ്പോഴാണ് ഇവിടെ കളങ്കാവലി പോലെയുള്ളൊരു സംഭവമൊക്കെ പറഞ്ഞത്. പോട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് MTക്ക് ഭയമുണ്ട്. ഈ കത്തുമായിട്ട് ചെല്ലുമ്പോൾ നെഗറ്റീവ് തോന്നുന്നു. ദൂതൻ വരുന്നു. ഇവിടെ ആ സമയത്ത് 5 2-3 സ്ഥലത്താണ് ഒരു വാടകയ്ക്ക് താമസിക്കുന്നത്. എടപ്പള്ളി, 5 അങ്ങനെ പല സ്ഥലത്താണ്. സ്വന്തം വീട് കണച്ചന്തോട് ഭാഗത്താണ്. ഒരു ബേക്കറിക്കാരൻ ഹൗസ് കൂട്ടിച്ചേട്ടൻ്റെ മോനാണ്. അത് വേറെ കഥ. ഈ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് നാടക റിഹേഴ്സൽ ഹാർമോണിയപ്പെട്ടിയും പുൾപ്പുളും ഓടക്കുള്ളിൽ കുറേ ഇൻസ്ട്രുമെന്റ് വായിക്കും പി ജെ ആന്റണി. അതിങ്ങനെ അവരിയ്ക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഇത് ടീം വരും, കള്ളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നേരം വെളുക്കോളും. സൂര്യോദിക്കിനെ കണ്ടിട്ട് 2 ചാരായി മോന്തിയിട്ട് വേണം, ഗസൽ പാടിയിട്ട് വേണം കിടന്നുറങ്ങാൻ എന്ന് പറയും. സൂര്യോദിക്കിനെ വരെ പാടട കേയ
രവി ഉണ്ട്, കണിയാമ്പുരം രവി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കത്തുമായിട്ട് ദൂതൻ രാവിലെ എത്തുകയാണ്. എം.ടി. വാസുദേവൻ നായർ കൊടുത്ത കത്താണ്. എന്താ വായിക്കേ? അല്ല, ഈ പള്ളിവാളും കാൽച്ചിലമ്പും സിനിമ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. അപ്പൊ അതിന് ആന്റണി ചേട്ടൻ വെളിച്ചപ്പാടിന്റെ വേഷം ചെയ്യണം എന്ന് പറഞ്ഞോ? അത് ചെയ്യണം. മൗനാണ് സുബിഡി എത്തിച്ചു. പള്ളിവാളും കാൽച്ചിലം വെളിച്ചപ്പാട്. വാസുവിനോട് എന്താ വേണമെങ്കിൽ ചെയ്യാൻ പറയും, ഞാൻ എത്താം. 3 വർഷത്തെ ബ്രേക്കിന് ശേഷമാണ് നേരെ മെസ്സേജ് കൊടുക്കുന്ന. എം.ടി. എടപ്പാള് സെറ്റ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, ഒരു ഇല്ലെടുക്കുന്നു, ചെയ്യുന്നു. ഇവിടുന്ന് ഉടനെ തന്നെ രവിയും കയനും വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വെളിച്ചപ്പാടിന് ഉടനെ തന്നെ വിളിക്കുക, നമ്മുടെ ഏരിയയിൽ ഒരു വെളിച്ചപ്പാടിന് പ്രാക്ടീസ് തുടങ്ങണം. അതിന് നിർമ്മാല്യത്തിന്റെ പ്രാക്ടീസ് എങ്ങനെ ഈ ചിലമ്പും വെയിറ്റ് ഇട്ട് നടക്കാമോ, പറമ്പിൽ കിടന്ന് നടക്കുക, രാത്രി നേരം വെളുക്കോളം ഈ സാധനമായിട്ട് വെളിച്ചപ്പാടിന്റെ ആ ഫീച്ചർ, ബിഹേവിയർ, ആ ഒരു മാനറിസം, അതിങ്ങനെ പഠിക്കുകയാണ്. അത് എറണാകുളത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഒരു വെളിച്ചപ്പാടാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മേരി ചേച്ചി ട്രങ്ക് പെട്ടി, പഴയ തകര ട്രങ്ക് പെട്ടിയിൽ ഈ പറഞ്ഞ ചെമ്മീൻ അച്ചാറും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് പോവാണ് എടപ്പാളിൽ. എടപ്പാള് ചെല്ലുമ്പോഴുള്ള തമാശ എന്താ വെച്ചാൽ അതൊരു മനയാണ്. അവിടെ പച്ചക്കറി മാത്രമേ പാടുള്ളൂ എന്നാണ് അവിടെ കർശന നിയമം. അവിടെ താമസിക്കുന്നവർ നോൺ ഉപയോഗിക്കരുത്. അവിടെ ഫുഡിന്റെ ചർച്ച കഴിഞ്ഞാൽ തുടർന്നാണ് ഇത് വരുന്നത്, ശ്രദ്ധിക്കണം. പച്ചക്കറി മാത്രമേ പാടുള്ളൂ. അപ്പൊ എം.ടി. പറഞ്ഞു ശരി, ആന്റണി ചേട്ടനോ നോൺ തൊടാതെ ഒരു ദിവസം പറ്റില്ല, വയലന്റ് ആവും പുള്ളി. മീൻകറി, മീനിതുകള്, ചെമ്മീനിതുകള്, അങ്ങനെ നോണുണ്ട്, ബീഫ്, എന്ത് ഷുഗർ കൊളസ്ട്രോൾ എന്തെങ്കിലും പുള്ളി അതൊക്കെ യൂസ് ചെയ്യുക, അല്ലാണ്ട് പറ്റില്ല. പച്ചക്കറി വെച്ചുള്ള പരിപാടിയില്ല. അപ്പോ മരിയേച്ചി എന്ത് ചെയ്തു, അച്ചാറുണ്ടാക്കി, അത് ചെമ്മീൻ അച്ചാറ്, അത് പാക്ക് ചെയ്ത് വിട്ടു. എം.ടിയും അന്ന് ശോഭന പറയുന്ന നരസിംഹനായരാണ് പ്രൊഡ്യൂസർ. അവർ തട്ടം പുറത്തിരിക്കുക. എം.ടിക്ക് അറിയാം പുള്ളി നേരം ഈ സാധനം അടിക്കുന്നു, ഇതൊക്കെ അടിക്കുന്നു. താഴെ ഒരു ടീമോ ഓരോ ദിവസം ഷൂട്ട് കഴിയുമ്പോൾ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഒരു വെളിച്ചപ്പാടിനെയാണ് വേറെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വെളിച്ചപ്പാട് പഠിപ്പിച്ച ഒരു മാനറിസവും അല്ല എടപ്പാളത്തെ. ആ ലൊക്കേഷൻ, ആ അമ്പലമൊക്കെ എടപ്പാളുള്ളതാണ്. വേറെ തരം പ്രാക്ടീസുകളാണ് അവിടെ. കുഴപ്പമില്ല, അത് പിടിക്കുകയാണ്. ഒഴിവുള്ളപ്പം മുഴുവൻ അതിങ്ങനെ ചെയ്യുന്നു. അതിൻ്റെ കൂടെ രാത്രി നേരം വെളുപ്പോഴും 2 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാലും ഈ പറഞ്ഞ ഒരു തുള്ളി കഴിച്ച് പാട്ടൊക്കെ പാടിക്കെടുക്കും. പക്ഷെ 6 മണിക്ക് ലൊക്കേഷനിൽ എത്താൻ പറഞ്ഞാൽ കറക്റ്റ് എത്തിയിരിക്കും. അപ്പോൾ ഓവർലോഡ് എടുക്കുക, അതിന് എൻജോയ്മെന്റ് കാണുന്നൊരു മനുഷ്യനാണ്. ക്ലൈമാക്സ് ഷൂട്ടിങ്ങിന്റെ ടൈം വരുന്നു. ഞാനിത് വിളിക്കുന്നത് രാമചന്ദ്ര ബാബു എന്ന് പറഞ്ഞ ക്യാമറമാനെ വിളിച്ചപ്പോഴാണ് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. നമ്മൾ ഈ പുസ്തകരചനയ്ക്ക് അടൂർഗോപാലകൃഷ്ണൻ മുതൽ എല്ലാവരും വിളിക്കുകയാണ്. നടന്ന് തിലകൻ ചേട്ടനെ 3 മണിക്കൂർ ഇന്റർവ്യൂ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ 2009 മുതൽ തുടങ്ങി ഇങ്ങനെ സമാഹരിച്ച് വരുമ്പോഴാണ് രാമചന്ദ്ര ബാബുവിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ആ ലാസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ രാമചന്ദ്ര ബാബു ഞെട്ടലോടെ പറയുന്നത്, ഈ ചിലമ്പ് ഇട്ടിട്ട് ഇദ്ദേഹം രാത്രികളും ഒക്കെ പറമ്പിൽ കിടന്ന് നടക്കുക, കാല് പൊട്ടിങ്ങനെ ചോരൊലിക്കുന്നു, ഡയബറ്റിക്കാണ്, ഇതിങ്ങനെ പൊട്ടിച്ചിങ്ങനെ നടക്കും. അത് നേരത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നവരെയൊക്കെ തെറി വിളിച്ച് ഓടിപ്പിക്കും. പുള്ളി മേക്കപ്പ് ഇട്ട് സെറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ നടികളോ അല്ലെങ്കിൽ സെലിബ്രിറ്റി കേരളജയ്ക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുള്ളതാണ്. അവിടെ വേറെ തിരുവനന്തപുരത്ത് മദ്രാസിലെ ലൊക്കേഷനിൽ വന്ന് പരിചയപ്പെടാൻ വന്നു. ഇദ്ദേഹം ഒരു മെഡിറ്റേഷൻ മൂഡാണ്, ഒരു കണ്ടംപ്ലേഷൻ ഓഫ് മെഡിറ്റേഷൻ മൂഡാണ്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ക്യാരക്ടർ ആവാൻ വേണ്ടി രാത്രി മാറി, വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. ഡയറക്ടർ പോലും വന്നിട്ട് ഓക്കെ ഷോട്ടാണെങ്കിൽ വിളിക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് വന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വെച്ച് പോവാണ്, വേറെ ആളെ നോക്കിക്കൊള്ളാൻ പറയും. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യരായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം നടക്കണ കാണുന്നു, കാല് പൊട്ടി ഒലിക്കുന്നുണ്ട്, ചോര വരുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഒരു എം.ടി ആളുകൾ എല്ലാം നോക്കി ഡോക്ടറെ. അപ്പം ഇത് രാത്രികളുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഷോട്ട് എടുക്കേണ്ട സമയമായി, അമ്പലത്തിൻ്റെ അവിടെയാണ്. ഡോക്ടറെ കണ്ടിട്ട് വന്നാൽ പോലെ അപ്പോഴും നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് മരണസമയത്ത് പറഞ്ഞ അതേ ഡയലോഗ് പറഞ്ഞു, നല്ല മൂർച്ചയില, ഇപ്പൊ വേണമെങ്കിൽ ആ ഷോട്ട് എടുത്തോളാൻ പറയൂ വാസുവിനോട്. നടക്കാൻ ഇങ്ങനെ അറിയാലോ, നടത്തം കണ്ടറിയാലോ.
ഇപ്പൊ നല്ല മൂർച്ചയിലാണ്, ഇപ്പൊ എടുത്തോളാൻ സാധനം ക്ലിക്കാവുന്നു. അപ്പൊ പേടി വന്നു അവർക്ക്, കാരണം തലയിൽ വെട്ടണ സീനാ. ശരിക്കും വെട്ടുവോ ഉലുവ? ഭാർഗവ നിലയം ഷൂട്ടിലേക്ക് പിന്നീട് ഇവര് പലരും പറഞ്ഞു ഭാർഗവ നിലയത്തിൽ മധുവായിട്ടുള്ള സ്റ്റണ്ട് സീനുണ്ട്. നേരെ ഇടിക കിണറിൻ്റെ അവിടെയുള്ള സീനിൽ ഇടിച്ചിരുന്ന നട്ടലൊരു പരിവാക്കിയിട്ടുണ്ട് ആര് സ്വയം. അത് സജഷൻ ഷോട്ടാണ്, മധുവിന്റെ ഷോട്ടാണ് എടുക്കുന്നത്. ഇദ്ദേഹത്തെ ഫ്രെയിമിൽ വരില്ല, പക്ഷെ അത് പറ്റില്ല, ഗ്രൂപ്പ് പറ്റില്ല. ഞാൻ അവിടെ നിൽക്കും. പിജാനി ചേട്ടൻ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അപ്പുറത്തെ ഷോട്ട് എടുക്കണം. അന്നത്തെ മേക്കിംഗ് രീതി അതാണല്ലോ, ഒറ്റ ക്യാമറയാണ്. അപ്പൊ പിജാനി ചോദിച്ചു ഞാൻ അപ്പുറത്തുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മധുവിന്റെ മുഖത്ത് എക്സ്പ്രഷൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇത് ഗുസ്തിയുടെ ഭാഗമായിട്ട് എന്താ കാല് തന്നെ വീണു, അവിടെ കല്ലുമ്പ് വീണ് പുറം, എന്നിട്ട് അവൾ കെടുക്കുന്നതാണ്. അത് ആ ഉജ്ജ്വലമായ ഫേസ് കൊടുത്തുകൊണ്ട് അപ്പുറത്തെ ഷോട്ട് മധുവിന്റെയാണ്. ആ തണ്ടല് മുറിഞ്ഞത് അവസാനം വരെ കൂന് പോലെ ആവുന്ന ഒരവസ്ഥ വന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതേ ഇന്റൻസിറ്റി ഉള്ള നടനാണ് ഈ പറഞ്ഞ പിജായ്. വെളിച്ചപ്പാടിന്റെ ഈ വെട്ട് എന്ന് പറയുന്ന സംഭവം ഒരാകെ പാസിലായി ടെൻഷനായി, കാരണം ആംബുലൻസ് വിളിക്കേണ്ടി വരും എന്നുള്ള ഉറപ്പാണ്. നമ്മൾ നടത്തം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞ കരുതിക്കുകൾ കറക്റ്റ് വാളിവിടെ വന്ന് നിൽക്കുന്നു, കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ വന്നാൽ കഴിഞ്ഞു, അടുത്ത നെക്സ്റ്റ് ഷോട്ട് ടേക്ക് ടക്ക് ടക്ക് ഇതിൽ വന്ന് നിൽക്കുന്നു. പിന്നെ നമുക്ക് ടെക്നോളജി ആണല്ലോ ചോരൊലിപ്പിക്കുന്നതും, അത് കഴിഞ്ഞ് ഓക്കെ കെട്ടിപ്പിടിക്കുന്നവർ. അത്ര ഉജ്ജ്വലമായ ഒരു പെർഫോമൻസ് ആണ് ആ സമയത്ത് പിജാനി ചേട്ടൻ. അപ്പോഴും പറഞ്ഞത് ഇപ്പൊ വേണമെങ്കിൽ എടുത്തോ മൂർച്ച, അന്ന് തന്നെയാണ് ബക്കറോട് പറഞ്ഞത്. ഇന്ന് വേണമെങ്കിൽ ഡപ്പിങ് അവസാനിപ്പിച്ചോ, നാളെ ഞാൻ ഉണ്ടായില്ലെങ്കിലോ. ഈ ഫിലിം നാഷണൽ അവാർഡിന്റെ തലത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വോട്ട് കൊടുത്ത് ഇവിടുത്തെ MM ലോറൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോഴേക്കും മനസ്സിലായി. തേജി ബച്ചൻ ഒരു വോട്ട് കൊടുത്തുകൊണ്ടാണ് അമിതാഭ് ബച്ചന്റെ അമ്മ അന്ന് പാനലിൽ ഉണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത് തെക്ക് നിന്നൊരു വെളിച്ചപ്പാട് വന്നിട്ടുണ്ട്, അതിനാണ് ഇത്തവണത്തെ നാഷണൽ അവാർഡ് ഭരത് അവാർഡ് നടന് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ വീണ്ടും അങ്ങോട്ട് പോകും, ഏത് വടക്കോട്ട് ദിലീപ് കുമാറിലേക്കോ കോടീശ്വരന്മാരായ നടന്മാരിലേക്കൊക്കെ പോകുമായിരുന്നു. എന്തോ അന്ന് നമ്മുടെ ഇപ്പോഴത്തെ വർഗീയ കക്ഷികളൊന്നും അല്ലല്ലോ അവിടെ ഭരിക്കുന്നത്, കോൺഗ്രസ് ആയിരുന്നു, വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇന്നത്തെ കക്ഷികളാണെങ്കിൽ ആ സീൻ മൊത്തം കട്ട് ചെയ്ത് സെൻസർ ചെയ്യാൻ പറയും. അങ്ങനെയാണ് ആ സമയത്ത് അവാർഡ് ഭരത് അവാർഡിലേക്ക് വരുന്നത്. ഈ ഭരത് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തതാണ് പിജാനി. കാരണം ആരാധകർ മീഡിയ ഒഴുകി വരികയാണ്. ഇവിടെ കട്ടും കാപ്പി വെക്കാൻ ചായക്കും പഞ്ചസാരയും ഇല്ല, പൊടിയും ഇല്ല. 5 മണി പട്ടിണിയാണ്. 73 അവാർഡ് പ്രഖ്യാപനം, സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞിട്ടാണ് നാഷണൽ അവാർഡ് വരുന്നത്. കിട്ടിയത് പുലിവാല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ മേരി എന്താ ഉള്ളത്, പച്ചവെള്ളം കൊടുക്കുമെന്ന് പറയും, ഒന്നുമില്ല അവിടെ. കാരണം ഈ ഭരത് അവാർഡിന് അന്ന് ക്യാഷ് അവാർഡും ഇല്ല. അത് പിന്നെ ഇവർ പറഞ്ഞത് ദുരൂഹതയാണോ എന്നറിയില്ല. കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ ശക്തമായ നാടകങ്ങളും ഒക്കെ ചെയ്യുന്ന ഈ മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ പൈസ വേണ്ടെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല, ക്യാഷ് അവാർഡ് വേണ്ട ഈ വർഷം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ, ആശയങ്ങൾ, സോഷ്യലിസം മുതലുള്ള നാടകങ്ങളൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്പം ആ ദാരിദ്ര്യം നോക്കും. വേറെ വല്ല നടന്മാരാണെങ്കിൽ കോടീശ്വരന്മാരാണ് അവിടെ, അതുവരെയുള്ള ഭരത് അവാർഡുകാർ. അതിന് മുമ്പ് സൗത്ത് ഇന്ത്യയിലേക്ക് ഭരത് അവാർഡ് വന്നിട്ടുണ്ട്, അത് റിജക്റ്റ് ചെയ്തു ആര്. രക്ഷാക്കാരെന്നുള്ള സിനിമയിൽ MGRന് 71 കൊടുത്തു. പക്ഷേ MGR ഈ കച്ചവട സിനിമയുടെ ആളാണെന്ന് പറഞ്ഞു വന്നിട്ട് MGR തന്നെ അത് വേണ്ടാന്ന് എന്ന് പറയും. എനിക്ക് തരണ്ടെന്ന് പറയുന്നതാണ് ചരിത്രരേഖ പറയുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് ശരിക്കും പറഞ്ഞാൽ രക്ഷാക്കാരൻ എന്നുള്ള സിനിമയിലേക്കാണ് ആദ്യമായിട്ട് MGR അത് എന്തോ വിവാദം വന്നപ്പോൾ അത് പുള്ളി വാങ്ങിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് അങ്ങനെ കേരളത്തിലേക്ക് ആദ്യത്തെ ഭരത് അവാർഡ് എന്നുള്ളത് അതാണ് അതിൻ്റെ ആ ഒരു പീരീഡ്. 73 നമ്മൾ സത്യത്തിൽ ഇനി നമുക്ക് എവിടെ നിന്നാണ് പീജാനണി ആവുന്നത്. 40കൾ 25 മുതൽ ഇങ്ങോട്ട് പിടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ മൂവ്മെൻറ്റ്, നവോത്ഥാന മൂവ്മെൻറ്റ്, സഹോദരനയ്യപ്പൻ്റെ മൂവ്മെൻറ്റ്, അയ്യങ്കാളിയുടെ മൂവ്മെൻറ്റ്, 1912 എഴുതപ്പെടുന്ന ബാലാകലേശം പോലെയുള്ള പണ്ഡിറ്റ് കറപ്പൻ്റെ നാടകങ്ങൾ,
അങ്ങനെ വരുന്നൊരു നവോത്ഥാന മൂവ്മെൻ്റ് ഉണ്ട്. 1900 തുടങ്ങി ഇദ്ദേഹം പറന്നു വീഴുമ്പോൾ ആ മൂവ്മെൻ്റ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും അത് ഫോമായിട്ടില്ല, സജീവമായിട്ടില്ല. പക്ഷെ ബാക്കി മൂവ്മെൻറ്റുകളുണ്ട്. പക്ഷെ അത് പങ്കുന്നം മറക്കിയുണ്ട്. ശക്തമായ കഥകളും നാടകങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 20കളിൽ 30കളിൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഭരണകൂടത്തിനെതിരെ, ഒരുപക്ഷെ RCPക്കെതിരെ, ഇവർക്കെതിരെ, പള്ളിക്കെതിരെ, ഇങ്ങനെ റിവോൾട്ടിംഗ് ആയിട്ടുള്ള ധാരാളം രചനകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏലൂർ വാസുദേവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല പോലെയുള്ള നാടകങ്ങൾ, അതാണ് പിജാനികൾ സ്വാധീനിച്ചതെന്ന് പറയുന്നത്. വേറെ രീതിയിൽ അധികമൊന്നും എഴുതിയിട്ടില്ല ഏലൂർ വാസുദേവ് ഒരു, പക്ഷെ ആ ജീവിതം അവസാനിക്കുന്നില്ല. വഴി തുറന്നു എന്ന് പറയുന്ന നാടകം, പൊൻകുന്നമർ, ഇതെല്ലാം 30കളിൽ 40കളിൽ ഇതിന് കയറി വരികയാണ്. പിന്നീടാണ് തോപ്പിൽ ഭാഷയൊക്കെ വരുന്നത്. വയലാറുണ്ട്. പുന്നപ്പുറ വയലാർ സമരം വരുമ്പോൾ പിജാനിക്ക് ഏകദേശം ഒരു 20 വയസ്സ് 22 വയസ്സ് എന്നുള്ളതാണ്. 46, 47, 48 പീരീഡാണ്. ഈ 25 to 45 പറഞ്ഞാൽ അറിയാം. അപ്പോൾ ബോർബക്കാരൻ എന്ന് പറയും, ബോർബ എന്ന് പറഞ്ഞ ഈ ഇതാണ് നമ്മുടെ ബേക്കറിയാണ്. അപ്പോൾ ബോർബക്കാരൻ ഔഷധപ്പൂട്ടി ചേട്ടനാണ് കാർന്നൂരി. അദ്ദേഹം വലിയ കൊമ്പം വീശിട്ടുള്ളൊരു മനുഷ്യനാണ്. പനക്കൂട്ടത്തിൽ ജോസഫ് മകൻ ആന്റണി എന്നാണ് എൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണിത്. 40 ചാപ്റ്ററിലാണ്. ഒരു പൊതുപ്പിറവി കഴിഞ്ഞ് പിറ്റേ ദിവസം എന്ന് പറയാം പിറവ്. എറണാകുളത്ത് വടുതലയ്ക്കുള്ള പച്ചാളം എന്ന ഉൾഗ്രാമമായിരുന്നു പീച്ചാനിയുടെ ജന്മസ്ഥലം. കണ്ണച്ചൻ തോട് എന്ന് പറയും, വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് അറിയാമോ. ചെങ്കൽപ്പാതകളും തോടുകളും ചന്തയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പച്ചാളത്ത് പുളിക്കപ്പറമ്പ് എന്ന സ്ഥലത്ത് പനങ്കൂട്ടത്തിൽ ഔസേപ്പ് എന്നെല്ലാവരും വിളിച്ചിരുന്ന തോമസ് മകൻ ജോസഫിൻ്റെയും കുമ്പളങ്ങി സ്വദേശിനിയായ എലിസബത്തിൻ്റെയും മകനായിട്ടാണ് പീജാനണി ജനിച്ചത്. ജോസഫിന് നാട്ടുകാരുടെ വക ഒരു വിളിപ്പേര് കൂടി ലഭിച്ചു, ഔസേപ്പ് കുട്ടിച്ചേട്ടൻ. ഭയങ്കരമായ മീശയുള്ള രാജാനുബാഹു, ഭയങ്കര ഹൈറ്റുള്ള ഒരു മനുഷ്യനാണ് ഔസേപ്പ് കുട്ടിച്ചേട്ടൻ. പനങ്കൂട്ടത്തിൽ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വരുന്ന പിയും ജോസഫിൻ്റെ ജയം ചേർന്നിട്ടാണ് ഈ പീച്ച് ആന്റണി വരുന്നത്. ഇവർ ബേക്കറി വ്യാപാരികളാണ്. ആലപ്പുഴയും അവിടെയൊക്കെ ബേക്കറികളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം വെറുതെ അങ്ങൊരു സുപ്രഭാതത്തിൽ റബലാവുന്നതല്ല. ഇവിടുത്തെ രാഷ്ട്രീയ സമരങ്ങളുടെ ഒരു ചൂള ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സൗമ്യനായ ഒരു അൾത്താരപാലനായിരുന്നു 15 വയസ്സ് വരെ പീച്ചായിരുന്നു. ഇത്രയും വിപ്ലവകാരിയാവുന്ന പള്ളി ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. സാധാരണ വൈറ്റ് ഡ്രസ് ഇട്ടും കോയറിൽ പാടുന്ന ഒരു സൗമ്യനായിട്ടുള്ള ഒരു പാട്ടുകാരൻ. ഈ കുരുത്തോല പെരുന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ സമയത്ത് അതൊക്കെ ആയിട്ട് പോകും. കോയറുണ്ട്. കോയർ എന്ന് പറയുന്നത് അതിൻ്റെ ക്രിയേറ്റീവ് സ്ഥലം, ഒരുപാട് ഗായകരെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഒരുപാട് കീബോർഡിസ്റ്റുകളും ഇപ്പം നമുക്കറിയില്ല, ഒരുപാട് പേർക്കുള്ള വേദിയാണ്. പള്ളിപ്പാട്ടേ പാടുള്ളൂ എന്ന് മാത്രം, വിപ്ലവഗാനൊന്നും പാടാൻ പറ്റില്ല. പക്ഷെ ആ കോയറിന്ന് പാടി വരുന്നൊരു പീച്ചാനണി എന്ന് പറയുമ്പോൾ എത്ര ഇൻസ്ട്രുമെൻറ്റുകളാണ് പുള്ളി കൈകാര്യം ചെയ്തിരുന്നത് ശ്രദ്ധിക്കുക. ഓടക്കുഴല്, ബുൾബുൾ, ഹാർമോണിയം, തബല അത്യാവശ്യം, വോക്കൽ. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകാൻ 10 വയസ്സ് കയ്യിലില്ലെങ്കിലും ലോകം മുഴുവൻ ചുറ്റാൻ ഒരു ഓടക്കുഴൽ മതി എന്ന് ഒരു സുപ്രഭാതത്തിൽ 16 വയസ്സിൽ പീച്ചാനണി ഡിക്ലെയർ ചെയ്യും. എനിക്ക് ഈ വീട്ടിൻ്റെയും പള്ളിയുടെയും അച്ചടക്കത്തിൽ നിൽക്കേണ്ട കാര്യമില്ല, ഒരൊറ്റ ഓടക്കുഴൽ മതി, ഞാൻ ഇന്ത്യ കറങ്ങി വരും. മജീഷ്യൻസിന് മാത്രമാണ് ആ ഫ്രീഡം കൂടുതൽ കിട്ടാറ്. പിന്നെ കവികൾക്കുണ്ട്, പാട്ടുകാർക്കൊക്കെ ഉണ്ട്, പോയി പാടാം, വായറ്റത്തടിച്ചങ്ങ് പാടിയാൽ മതി. യോഗയുള്ളവർക്കുണ്ട്. സ്വാമി വിവേകാനന്ദനൊക്കെ ഇല്ലേ, ചിക്കാഗോയിൽ പോയി അങ്ങ് അവസാനം അക്കോമഡേഷൻ കിട്ടാണ്ടായപ്പോൾ അങ്ങോട്ട് യോഗയിലങ്ങ് ഇരുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് മുകളിൽ നിന്ന് ചെല്ല തുറന്നിട്ടുണ്ട്, ഒരു സ്വാമി ഇതിങ്ങനെ ഇരിക്കുന്നു. മതി, യോഗ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. തലകുത്തി നിന്നാൽ മതി, സായിപ്പ് വട്ടം കൂടും. ഇൻസ്ട്രുമെൻ്റ് ഉള്ളവർക്ക് ഭയങ്കര ഫ്രീഡമാണ്. ട്രെയിനിലൊക്കെ പാടി ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ പിന്നോട്ട് പോയാൽ ഈ ബേക്കറിയാണ് കിടക്കുന്നത്. യാഥാസ്ഥികമായ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഈ പറഞ്ഞ വിപ്ലവമൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴും ചാട്ടവാറെടുത്ത്, ഞാനൊക്കെ 15 വയസ്സ് കഴിഞ്ഞ് പള്ളി കട്ട് ചെയ്ത ആളാണ്. സത്യം പറയാം, ലൈവൊക്കെയാണ് പോകുന്നത്. ഹൂ കെയർസ്? 15 വയസ്സ് കഴിഞ്ഞ് പള്ളി കട്ട് ചെയ്ത് പോരാനുള്ളത് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ 15 വയസ്സ് കഴിഞ്ഞ് പള്ളി കട്ട് ചെയ്യുന്ന ഒരവസ്ഥ 16 വയസ്സിലെ ഒറ്റ പിജാനി കട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്മരണകളും ഞാൻ നോക്കുമ്പോൾ ഒരു വരി മാത്രം ഉണ്ട് അതിനകത്ത്. അതിൻ്റെ കോസ് എഴുതിയിട്ടില്ല. പ്രണയമാണോ അതോ മറ്റു പീഡനങ്ങളാണോ, തുറന്നു പറയാൻ പറ്റാത്ത തിക്തമായ ഒരു അനുഭവം കാരണം
പി.ജെ. ആന്റണി പള്ളി ഉപേക്ഷിച്ചു. ജോൺ പോളായിട്ട് സംസാരിച്ചപ്പോഴും മറ്റു പലരോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു വരിയുള്ളൂ. എവിടെയെങ്കിലും കവിതകളും കഥകളിലൊക്കെ കുറേ ഉണ്ട്, കുറേ കിട്ടാതെ പോയിട്ടുണ്ട്. 115 നാടകങ്ങളിൽ 32 നാടകങ്ങളാണ് ഇപ്പോൾ ഈ ഇതുപോലെ വോളിയം 1, 2, 2.5 വോളിയം വരെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അതിലെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ ഇവരോട് ചോദിച്ചു, കെനോട് ചോദിച്ചു, പിന്നെ കരിയപ്പള്ളി മുഹമ്മദ് എടപ്പള്ളി എത്രയിലും മുമ്പുണ്ട്. പി.ജെ. ആന്റണിയുടെ സ്വന്തം സഹചാരിയാണ്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദ് ഖാൻ ചോദിച്ചു. പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്തോ ഒരു ഇഷ്യൂ ആണ് അത്. അവിടെ നടക്കാവുന്ന ഇഷ്യൂകളുടെ ഏകദേശം രൂപ എനിക്കുള്ളതുകൊണ്ട് പിടികിട്ടി. ഞാനെങ്ങനെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് വേറെ കാര്യം, വർഗീയതയാവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പി.ജെ. ആന്റണി ശാസ്ത്രി പരീക്ഷ പാസ്സാവുന്നു 16 വയസ്സ്. സാധാരണ ആലുവ സെമിനാരിയിൽ സംസ്കൃതം പഠിക്കുന്നു. അപ്പോൾ ശാസ്ത്രി പരീക്ഷ പാസ്സാകുക എന്ന് പറഞ്ഞാൽ സംസ്കൃതം മാത്രമല്ല, ഇന്ത്യൻ ഫിലോസഫിയും കൂടി പഠിക്കും. സ്വാഭാവികമായിട്ട് സെൽഫ്ലെസ് കർമ്മ, നിഷ്കാമ കർമ്മ പഠിക്കും, ഭഗവത്ഗീത പഠിക്കും. ശരിക്കും ഭഗവത്ഗീതയൊക്കെ കയറി കഴിഞ്ഞാൽ എന്താ പറയും, ഡു യുവർ ഡ്യൂട്ടി, അവധൂതൻ്റെ പോലെ ചെയ്തങ്ങ് പോവാം. സാമ്പത്തികം മൈൻഡ് ചെയ്യരുത്, നമ്മൾ ത്യാഗം ചെയ്ത് പോവുക, ചരിത്രമാവുക. അത് നിഷ്കാമ കർമ്മ ശരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്താൽ അത് ചരിത്രമായി മാറും. ആ വേർഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് പിന്നെ ഗാന്ധിയാണ്, ഡു യുവർ ഡ്യൂട്ടി എന്നുള്ളത്. പിന്നെ ഫാസിസ്റ്റുകൾ ഇന്ദിരാഗാന്ധിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഡു യുവർ ഡ്യൂട്ടി, മിണ്ടരുത്, വായടക്കൂ, നാവടക്കൂ, പണിയെടുക്കൂ എന്ന് പറഞ്ഞു. അത് എമർജൻസി കാലത്ത്. പക്ഷേ ഈ ഒരു ഒറ്റ പോയിന്റ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ജീവചരിത്രത്തിൽ രചനയിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ട് ഇയാൾ റബലാവുന്നു എന്നുള്ളത്. പി.ജെ. ആന്റണി എന്തുകൊണ്ടാണ് റബലാവുന്നത് എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാനിങ്ങനെ റബലായി എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട് സെൽഫ്. അപ്പോൾ ഇത് അന്തരീക്ഷമാണ്. നമ്മൾ സമരചരിത്രങ്ങളുടെ അന്തരീക്ഷത്തിലൂടെ കയറി വരുന്ന ഒരു പി.ജെ. ആന്റണി ഉണ്ട്. നാവി കലാപത്തിൽ പങ്കെടുക്കാൻ നാട് വിട്ട് പോവാണ് ഇവിടുന്ന്. അപ്പനെ സഹിക്കാൻ പറ്റാണ്ടാണ് നാട് വിടുന്നത്. പാവം അമ്മ ഭയങ്കര പാവമായിരുന്നു. അപ്പൊ അച്ഛൻ പിടിച്ച് ബേക്കറിയിൽ ഇട്ടിങ്ങനെ ഒതുക്കും. അപ്പോൾ ഭയങ്കര പ്രശ്നം തോന്നി. കൊച്ചിയിലാണെങ്കിൽ 40-50ഓളം ഗായക സംഘങ്ങളുള്ള കൊച്ചിയാണ്. ഈ ഗസൽ പാടുന്നത്, മെഹബൂബിന്റെ പാട്ട് പാടുന്നു. കൊച്ചി അങ്ങനെയാണ്, എവിടെ ചെന്നാലും ഗായകരാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കണ്ണച്ചന്തോട് അല്ലെങ്കിൽ ഇവിടുന്ന് പച്ചാളത്തുനിന്ന് നടന്ന് ഇങ്ങനെ വരുന്നോറും ഓർഗനൈസറാണ്. തീർച്ചയായിട്ടും എല്ലാ ഏറ്റവും മികച്ച ഗായകർ സംഘമായിട്ട് നല്ല ബന്ധമാണ്. പിന്നെ പി.ജെ. ആന്റണി ചേട്ടൻ വന്ന ഉടനെ പാടില്ലോ. പി.ജെ. ആന്റണി ചേട്ടൻ പാടും, നിസ്സാരമല്ല അത്. ആ രീതിയിൽ പി.ജെ. ആന്റണി ചേട്ടൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്ന സീരീസിൽ വരുന്നൊരു പാട്ടുണ്ട്. സ്ഥിരമായിട്ട് ആന്റണി ചേട്ടൻ തലയിലൊരു ചുവന്ന കെട്ടുകെട്ടി അന്തിക്കാടൊക്കെ നാടകം കളിക്കാൻ വന്നപ്പോൾ അവർക്ക് ഞാൻ അവരിൽ ചിലർ സംസാരിച്ച് പറഞ്ഞു, ആന്റണി ചേട്ടൻ വന്നു കഴിഞ്ഞാൽ തലയിലൊരു റെഡ് റിബൺ ഇങ്ങോട്ട് കിട്ടും, നാടകം തുടങ്ങലിനും പോറിയും ആ വസന്തകാലം ഒന്ന് പാടാൻ പറയും. ഇത് ഷഹീദിലെ വദൻ കി റാഖ് എന്ന് പറയുന്ന രീതിയിലാണെന്ന് പറയും. ഇപ്പോൾ ശിവദാസനാണ് കമ്പോസ് ചെയ്തിട്ട് ഇവിടെ പി.ജെ. ആന്റണി ചേട്ടൻ പാടിയിരിക്കുന്നത്. ഈ പാട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. വിപ്ലവ ഗാനങ്ങളൊക്കെ പാടും. മട്ടാഞ്ചേരി കലാപം ഉണ്ടായപ്പോൾ അത് വേറെ സംഭവം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കൊച്ചിയിൽ ഈ ആത്മവിശ്വാസം 10 ഇരട്ടിയാക്കിക്കൊണ്ട് പി.ജെ. ആന്റണി ചേട്ടൻ മുന്നോട്ട് പോയത് നോക്കാം. വസന്തകാലമേ മറഞ്ഞു പോയി നീലവാനമോ, ഒന്നുകൂടി. വസന്തകാലമേ മറഞ്ഞു പോയി നീ ജവാലഹോ, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിപ്പോ നീലവാനമോ എന്നാക്കുന്നുണ്ട്. വസന്തകാലമേ മറഞ്ഞു പോയി നീ ജവാലഹോ, ആ പൂക്കൾ പുഞ്ചിരിച്ച കാലമോർത്തു ഞാൻ കരഞ്ഞിടാം, ആ പൂക്കൾ പുഞ്ചിരിച്ച കാലമോർത്തു ഞാൻ കരഞ്ഞിടാം. വസന്തകാലമേ മറഞ്ഞു പോയി നീലവാനമോ, ആ പൂക്കൾ പുഞ്ചിരിച്ച കാലമോർത്തു ഞാൻ കരഞ്ഞിടാം. ഹാർമോണിയം. മനോജ്ഞമാമ പൂവനത്തിൽ അന്നണഞ്ഞു സുന്ദരീ, മനോജ്ഞമാമ പൂവനത്തിൽ അന്നണഞ്ഞു സുന്ദരീ, ആകാശ ശോഭയാലൻ
കരൾ കവർന്ന സുന്ദരി, ആകാശ ശോഭയാലൻ കരൾ കവർന്ന സുന്ദരി, വികാരലോലനായി നിന്നു രോമഹർഷമാർന്നു ഞാൻ, വികാരലോലനായി നിന്നു രോമഹർഷമാർന്നു ഞാൻ. വസന്തകാലമേ മറഞ്ഞു പോയി നീലവാനമോ, ആ പൂക്കൾ പുഞ്ചിരിക്കും കാലമോർത്തു ഞാൻ കരഞ്ഞിടാം. കരങ്ങൾ കോർത്തു നിന്നു ഞങ്ങൾ പ്രേമഗാനലോലരായി, കരങ്ങൾ കോർത്തു നിന്നു ഞങ്ങൾ പ്രേമഗാനലോലരായി. മരങ്ങൾ മന്ദ മന്ദ മാടി നിന്നു കൊച്ചു തെന്നലിൽ, മരങ്ങൾ മന്ദ മന്ദ മാടി നിന്നു കൊച്ചു തെന്നലിൽ. ഉടുക്കൾ നിശ്ചലങ്ങളായി നോക്കി നിന്നു സസ്മിതം, ഉടുക്കൾ നിശ്ചലങ്ങളായി നോക്കി നിന്നു സസ്മിതം. വസന്തകാലമേ മറഞ്ഞു പോയി നീലവാനമോ. അങ്ങനെ പോകുന്നു. കഴിഞ്ഞു കാലമേറെ ഇന്ന് പൂക്കളില്ല വാടിയിൽ, കഴിഞ്ഞു കാലമേറെ ഇന്ന് പൂക്കളില്ല വാടിയിൽ. കൊഴിഞ്ഞു സർവമെന്റെ ദിവ്യ സ്വപ്നവും, കൊഴിഞ്ഞു സർവമെന്റെ ദിവ്യ സ്വപ്നവും മറഞ്ഞു പോയി. പഴക്കമേറെയുള്ളൊരസ്ഥിമാടമുണ്ട വാടിയിൽ, പഴക്കമേറെയുള്ളൊരസ്ഥിമാടമുണ്ട വാടിയിൽ. വസന്തകാലമേ മറഞ്ഞു പോയി നീലവാനം. ഈ അസ്ഥിമാടം ഇന്ന് ഇവിടത്തെ പക്ഷാളത്തെ ശ്മശാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ചങ്ങമ്പുഴയുടെ ശ്മശാനവും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ്, ശവകുടീരം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വരികൾ അദ്ദേഹം എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. ഈ പാട്ട് എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സംഘാടകനായി മാറുന്നത് ശ്രദ്ധിക്കണം. ഈ ശ്മശാനത്തില് എഴുതി വെച്ച വരികൾ ശ്രദ്ധിക്കണം. പ്രപഞ്ചമുണ്ടായി, പിന്നെ പ്രളയമുണ്ടായി, പ്രളയത്തിൽപ്പെട്ട് നാം പിരിഞ്ഞുപോയി. അന്ന് പിരിഞ്ഞു പോയെങ്കിലും വീണ്ടും ഈ മണ്ണിൽ പിറന്നു നാം കണ്ടുമുട്ടി. മരണം പിരിച്ചയച്ചാലും ഇനിയും നാം കണ്ടുമുട്ടിയിടും ആ ചക്രവാളങ്ങളിൽ. ഇങ്ങനെ വരികൾ എഴുതി വെച്ചിട്ടാണ് ഇദ്ദേഹം നമ്മൾ വിട്ടുപോകുമ്പോഴും അതാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ സംഘാടകനായി മാറുന്നതിൻ്റെ അകത്തുള്ള ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു ഘടകം ഭയങ്കരമാണ്. യാഥാസ്ഥിതികൾക്കെതിരെ എങ്ങനെ ക്രിയേറ്റിവിറ്റി കൊണ്ട് പോരാടാവുന്നതാണ്. യാഥാസ്ഥികമായതെല്ലാം പുറകോട്ട് വലിക്കും നമ്മളെ. നമ്മൾ റബലാവാൻ തീരുമാനിച്ചാൽ പോകുന്ന അച്ചടക്കം പഠിപ്പിച്ച് നമ്മൾ പിന്നോട്ട് വലിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളിടത്താണ് സംഘാടകനായി മാറുന്നത്. നിരന്തരം നാടകം എഴുതാൻ കരാറെടുത്താൽ അത് രാത്രിക്ക് രാത്രി എഴുതി കൊടുക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, കായിക സംഘങ്ങളായിട്ട് ബന്ധപ്പെടുന്നു. മുത്തയ്യ പോലെയുള്ള അന്ന് പത്താടൻ പോലെയുള്ള അഡ്വക്കേറ്റ് പത്താടൻ ഭയങ്കര ഹെൽപ്പായിരുന്നു. സഖാവ് MA ബേബി അഡ്വക്കേറ്റ് പത്താടൻ ഭയങ്കര എനർജിയാണ് പിജാനിക്ക് കൊടുത്തിരിക്കുന്നത്. സ്വന്തം പ്രസ്സുണ്ട്, മുത്തയ്ക്ക് സ്വന്തം പ്രസ്സുണ്ട്. പത്താടൻ അഡ്വക്കേറ്റാണ്, സാമ്പത്തിക ശേഷിയുണ്ട്. അന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് കോൺഗ്രസ്സുകാരനൊക്കെയായിരുന്നു. ഗോവിന്ദൻകുട്ടി, ഈ പറഞ്ഞ ശങ്കരാടി, ഒരു വലിയ ടീമിനെയാണ് പിജാനി കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് പെടാത്ത ആരുമില്ല. ബിയാട്രിസ്, ഈ KPSC ഖാൻ മുതലുള്ളവരൊക്കെ ഇദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിലൂടെ കടക്കാത്ത നടീനടന്മാർ അന്ന് 50കളിലില്ല. അതാണ് അതിൻ്റെ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇത് ഫാസിസ്റ്റ് ആണോ എന്ന് തോന്നുന്നു. ഒരു വിട്ടുവീഴ്ചയില്ല. നാടക ക്യാമ്പിലേക്ക് വരുന്നു, നേരത്തെ പറഞ്ഞ പോലെ നേവി കലാപത്തിലേക്ക് ചെല്ലുന്നു. നേവി കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമേന്തി എന്ന് പറഞ്ഞ് അവിടുന്ന് പുറന്തള്ളപ്പെടുന്നു. വെറുതെ വീട്ടിൽ വന്നിരിക്കുകയല്ല ചെയ്യുന്നു. ഉടനെ തന്നെ നേവിയിൽ തന്നെ കണ്ടുമുട്ടിയ മാത്യു എന്നൊക്കെ പറഞ്ഞ സുഹൃത്തിൻ്റെ കൂടെ വന്ന് ഇവിടെ നാട്ടിൽ വന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു. ഒരു വർക്ക്ഷോപ്പ്, ഒരു സ്ലിപ്പ് പൊട്ടിപ്പൊളിഞ്ഞൊരു കാറിലെ കുത്തിരുന്ന് നാടകം എഴുതുന്നു, പട്ടിണി കിടക്കുന്നു. കിട്ടിയ ഭക്ഷണം ആരെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കാം. നാടകം കൊണ്ട് മറികടക്കാൻ എന്നതാണ്. അല്ലെങ്കിലും സമരം കൊണ്ട് ഇതാണ് ഒരു അതിജീവനത്തിൻ്റെ സമരത്തിൻ്റെ ആയുധമാണ് ഈ നാടകം. നാടകം സാമൂഹ്യ വിമർശനമാണ്. ലോകത്തിലെ എന്ത് മീഡിയ എടുത്താലും ഈ നാടകത്തിനോളം സാമൂഹ്യ വിമർശനമുണ്ട്. അത് ലൈവായിട്ട് ചെയ്യുന്ന മാധ്യമം അറിയില്ല. സെൻസർ ബോർഡിന് പെട്ടെന്ന് പിടികിട്ടാത്തൊരു സാധനം. ഭയമാണത്. കാരണം കളക്ടറും പോലീസ് ഇൻസ്പെക്ടർക്കും സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്താലൊന്നും നടന്നിട്ടില്ല. സ്പോട്ടിൽ
ഡയലോഗ് ഇംപ്രവൈസ് ചെയ്തിട്ട് പടയ്ക്കുക. പിജാനി ചേട്ടൻ ഈ ഇരുന്ന് സൈഡിലിരുന്ന് എഴുതി കൊടുത്ത ഡയലോഗ് ഏറ്റിട്ടുണ്ട്. പോലീസുകാർ കാവൽ നിൽക്കുന്ന സമയത്ത് സൈഡിലിരുന്ന് എഴുതി കൊടുത്തു, ഇത് പടക്കറാന്ന് പറയും. അറസ്റ്റ് വരുമ്പോഴേക്കും നമുക്ക് പരിപാടി കഴിഞ്ഞ് പോവാം. അപ്പോൾ ഒരു രക്ഷയില്ല. അത് നമ്മൾ എന്ത് സ്ക്രിപ്റ്റ് കൊടുത്താലും നമുക്കത് ലാസ്റ്റ് പ്രൊഡക്ഷൻ കറക്റ്റ് ഒന്നും അഭിനേതാക്കളുടെ കയ്യിലാണ്. സിനിമയൊക്കെ സെൻസർ ബോർഡ് ഇപ്പോൾ ഫെസ്റ്റിവലിൽ ഇന്ന സിനിമ കാണിക്കരുത്, നാളെ ഷോർട്ട് ഫിലിമുകൾക്കൊക്കെ സെൻസർ ബോർഡ് വരും. പക്ഷെ നാടകത്തിന് പിടിക്കാൻ പറ്റില്ല. പക്ഷെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു മാധ്യമമാണ്. അത് പിജാനി ചേട്ടൻ നന്നായി തിരിച്ചറിഞ്ഞത്. മാത്രമല്ല നമ്മൾ ഈ 40 കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് തുടങ്ങുന്നത് നോക്കൂ. കലാപ്രേമി നില, അത് ചെറുപ്പത്തിലിട്ട് 12 വയസ്സിലെ തുടങ്ങിയിട്ടുണ്ട്. ഈ ചെറുപ്പത്തിലെ ഈ എന്താ വെച്ചാൽ ഞാനത് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു സെൽഫ് ഒരു ഫോക്കസിങ് വരണം. നമ്മളല്ലെങ്കിൽ പള്ളി നമ്മളെ പിടിച്ച് വലിക്കും. ഞാൻ പള്ളിയിൽ ചോദിച്ച ചോദ്യം എന്താണ്? ഇതെന്റെ ആന്റണി ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളെങ്ങനെ വെള്ളം വീഞ്ഞാക്കിയത് പറയുന്നു? കൊച്ചച്ഛനോടാണ് എൻ്റെ ചോദ്യം. SLC വെക്കേഷനിലാണ്. ആന്റണി ചേട്ടനെ ഏകദേശം അതുപോലെയുള്ള സംഗതി ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഞാൻ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതാനുള്ള യോഗ എനിക്ക് വന്നുകൊണ്ടാണ് കൃത്യം ആ ബ്ലഡ് കൂട്ടിയ പോലെ തോന്നി. അതുകൊണ്ടാണ് ഭയങ്കര വീര്യമാർന്ന രീതിയിലാണ് ഞാനിതിൻ്റെ അനലിറ്റിക്കൽ പ്രോസസ് ചെയ്തിട്ടുള്ളത്. മാർക്സിയം പെർസ്പെക്റ്റീവിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നിങ്ങൾ വെള്ളം വീഞ്ഞാക്കണതിനെ കുറിച്ച് പറയും, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി എന്ന് പറയും. ഓക്കെ, പക്ഷെ ചാട്ടവാർ എടുത്തിട്ട് ജെറൂസലം ദേവാലയത്തിൽ ഈ കള്ളപ്പലിശക്കാരെയും കച്ചവടക്കാരെ അടിച്ച് പുറത്താക്കിയ ക്രൈസ്റ്റിനെ കുറിച്ച് എന്താ നിങ്ങൾ മിണ്ടാത്ത, എന്താ നാടൻ ചെയ്യാത്ത? അത് വേണ്ട, അത് വേണ്ട, മറ്റൊന്നും മതി. പിന്നെ കുന്നുകണക്കിന് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. 41 ദിവസം ഈ പറഞ്ഞ ഇയാൾക്ക് വിശന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പിജാനി നാടകം എഴുതിയിട്ട് വെച്ചിട്ട് ഇവിടെ എന്നോട് എടപ്പള്ളി മമ്മദൊക്കെ പറഞ്ഞു, 2 ഓൾഡ് ബൈബിൾ, പഴയ നിയമം പുതിയ നിയമം സോളും വയ്ക്കത്ര. ഇതിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. സംശയം ചെക്ക് ചെയ്തോളാം ഈ മിശിക ചരിത്രം പിജാനി ചെയ്യുന്നത്. 41 ദിവസം ഇങ്ങനെ ഈ കഴുതപ്പുറത്ത് വരുന്നു ദൈവപുത്രൻ, പട്ടിണി കിടന്നു, ഫാസ്റ്റിംഗ്, ഉപവാസം. നമ്മൾ ഈ കുരുത്തോല പെരുന്നാളൊക്കെ ആഘോഷിക്കുന്ന ആൾക്കറിയാതെ. ഞാനകം മറന്നു കേട്ടോ, പണ്ടേ പറഞ്ഞു. അപ്പോൾ ഈ 41 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ശിഷ്യന്മാരായിട്ട് വരുന്ന ക്രൈസ്റ്റിന് വിശന്നു അത്ര. ദൈവപുത്രനായ ക്രിസ്തുവിന് വിശന്നു. അപ്പോൾ മുമ്പിൽ ഒരു അത്തിമരമുണ്ട്. ഒരു വരി ബൈബിളിലുണ്ട്, അത്തിമരം കാക്കുന്ന കാലമായിരുന്നില്ല. ദൈവപുത്രൻ അങ്ങോട്ട് ചൂടായിട്ട് ഒറ്റ ശപിക്കില്ല. ദൈവപുത്രനായ എനിക്ക് വിശന്നപ്പോൾ പഴങ്ങൾ തരാത്ത അത്തിമരമേ നീ കരിഞ്ഞു പോകട്ടെ. അപ്പൊ കരിഞ്ഞു പോയിന്നാ പറയും. ഞാൻ പിജാനി ചേട്ടൻ എന്നോട് ഇവർ പറയുന്നത് ഇതേ പോയിന്റ് നമ്മൾ പിന്നീടാണുള്ളത് റെഫർ ചെയ്തു. അല്ല, ഈ ഊർജ്ജം കൊണ്ട് പഴം ഉണ്ടാക്കാൻ പറഞ്ഞ പഴങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പറിച്ചു കഴിക്കാൻ വരുന്നില്ല. ഈ നശിപ്പിച്ച് കളയാൻ എങ്ങനെ ഈ ഊർജ്ജം ഉപയോഗിച്ച്? ഇങ്ങനെ വരം കൊടുക്കുന്ന ആളാണെങ്കിൽ നിറച്ച് പഴങ്ങൾ ഉണ്ടാവട്ടെ, നീ ഊർജ്ജം കൊടുത്താൽ പോലെ നശിപ്പിച്ച് കളയും. അങ്ങനത്തെ മണ്ടത്തരങ്ങളല്ലേ ഇതിനകത്തുള്ളത്. അദ്ദേഹം ഇങ്ങനെ ഒരു കക്ഷിയല്ലേ എനിക്ക് ചോദിക്കും, പള്ളിയായിട്ട് ഉടക്കും. അപ്പം അങ്ങനെയാണ് പുള്ളി വിട്ടുപോകാൻ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ശാസ്ത്ര പരീക്ഷ കഴിഞ്ഞാൽ അവിടെ അധ്യാപകനായിട്ട് ജോലി വന്നിരുന്നു. പക്ഷെ വേണ്ടാന്ന് വെച്ചു. കലാപ്രേമി നിലയം പച്ചാളത്തിൽ നിന്നാണ് പുള്ളിയുടെ കലാജീവിതം തുടങ്ങുന്നത്. 12 വയസ്സിലോ മറ്റോ ആണ് തുടങ്ങുകയാണ്. കുറച്ച് കുട്ടികൾ കൂടിയിട്ട് അങ്ങ് തുടങ്ങുകയാണ്. എന്താ ചെയ്യുന്നതെന്നറിയും? വേലക്കാരൻ എന്നുള്ള നാടകമാണ്. അന്ന് മുഴുവൻ രാജാപ്പാട്ട് നാടകങ്ങൾ വരുന്നൊരു കാലമാണ്. മുഴുവൻ രാജാപ്പാട്ടാണ്. നീളം ഡയലോഗുകൾ. ഭാഗവതർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുണ്ടാവും. ഇവിടെ ആളെ തല്ലിക്കൊന്നാലും അവിടെ ഇരുന്നിട്ട് കച്ചേരി നടത്തുന്നുണ്ടാവും സ്റ്റേജിൽ. ഭാഗവതർ തമിഴ് പരമ്പരയാണ് നാടകം. ആളുകളോട് ഭയങ്കര കൊലപാതകം നടക്കണ്ടാവും. അവിടെ മറ്റുള്ള ഇടയിൽ കട്ട് ചെയ്തിട്ട് ഒരു കീർത്തനങ്ങ് പാടിക്കളയും. ഇത് കണ്ടിട്ടങ്ങ് ഭയങ്കര അലർജി വന്നിട്ടുള്ള പിജാനിയാണ്. അത് ചെറുപ്പത്തിൽ കാണുമ്പോൾ നമുക്ക് വേലക്കാരൻ, സമ്പന്ന കുടുംബവും അവിടെ വേലക്കാരൻ, ദാരിദ്ര്യം. അവന് അമ്മ അസുഖമായിട്ട് കിടക്കുന്നു, ചെറിയ പണം വേണം, അതിന് തരുന്നില്ല, മുതലാളി തരുന്നില്ല. മുതലാളി കയറി ചൂടായി പോകും. ചെറിയ 10-15 മിനിറ്റ് ഉള്ളൂ. ഒരു സാധനം അങ്ങ് തയ്യാറാക്കി. കലാപ്രേമി നിലയം പച്ചാളം കളിക്കുക. ടിക്കറ്റ് എങ്ങനെയാണെന്നറിയോ? അന്ന് കശുവണ്ടി കൊണ്ടുവന്നവർക്ക് മാത്രമേ നാടകം കാണാൻ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് പുതപ്പ് കാണാനില്ല. അപ്പോൾ പിജാനിയുടെ അമ്മ പറയും, ഇവിടെ ആ പുതപ്പ് ഇവിടെ പോയി, ഇപ്പോൾ നാളെ കൊണ്ടുവരാമെന്ന്. സാരി കാണാനില്ല. ഇതുകൊണ്ടൊക്കെ മറച്ച് കർട്ടൻ സാരി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തോപ്പിൽ, കശുവണ്ടി തോപ്പിൽ കളിക്കുകയാണ് വേലക്കാരൻ. കശുവണ്ടി കൊണ്ടുവരണം, കാരണം അത് വിറ്റിട്ട് വേണം പിറ്റേ ദിവസം പുളുങ്കൂര് കൊണ്ടുവന്നാൽ പറ്റില്ല.
ചിലർ പുളുങ്കൂരായിട്ട് വന്നു, ഞാൻ കേട്ട് നടക്കൂല, കശുവണ്ടി തന്നെ വരണം. അപ്പോൾ കശുവണ്ടി വന്നപ്പോൾ അത് എണ്ണും, അത് എത്ര കശുവണ്ടി ഉണ്ട് അത് കൊണ്ട് മാർക്കറ്റിൽ കൊടുത്ത് ചില്ലറ കിട്ടും. ഇങ്ങനെ വരുന്നൊരു പീജാനി കലാപ്രേമി നിലയം പച്ചാളം, അത് കയ്യെഴുത്ത് മാസിക വേണം തോന്നി. ചെറുപ്പം നമ്മുടെ പുതിയ തലമുറ പഠിക്കുന്നത് കയ്യെഴുത്ത് മാസിക, അദ്ദേഹത്തിൻ്റെ കവിതകൾ, വിശപ്പിനെ കുറിച്ചുള്ള കവിത, നാടിൻ്റെ വഴികളെ കുറിച്ച് എന്തിനെ കുറിച്ചും എഴുതുക, അത് പബ്ലിഷ് ചെയ്യുക. കയ്യെഴുത്ത് മാസിക 10-20 പേജ് അങ്ങ് എഴുതിയിട്ട് കൊണ്ട് നടക്കുക. അപ്പോൾ അങ്ങനെയാണ് മുത്തയ്യയുടെ അവിടേക്ക് വരുന്നത്. മുത്തയ്യയുടെ അടുത്ത് വന്നപ്പോൾ പ്രശ്നമുണ്ട്. ആന്റണി ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, അന്ന് 10-12 വയസ്സുണ്ട്. ഈ പറഞ്ഞ തുടച്ചു നോക്കുമ്പോൾ 1950 ആയിട്ടില്ല. 50 ആകുമ്പോഴാണ് വേറെ മുഖം വരുന്നത് പീജാനിയുടെ. അപ്പം മുത്തയ്യ പറഞ്ഞു, നിങ്ങൾ കവിതകൾ എഴുതിയ കഥ, ചെറുകഥകളൊക്കെ ഉണ്ട്, നമുക്ക് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുത്തയ്യയുടെ പ്രസ്സിലേക്ക് പോകുന്നത്. മുത്തയ്യ അത്യാവശ്യം ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു. അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ് വയലാർ. ഇത് 46-ലാട്ടായി സംഭവം. വയലാർ അവിടെ വരുന്നു പബ്ലിഷ് ചെയ്യുക. അപ്പം അതിൻ്റെ റോയൽറ്റി മേടിക്കാനൊക്കെ കിട്ടുന്നത്. അപ്പോഴാണ് വയലാറിനെ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ സമയം വരുമ്പോൾ ഗോവിന്ദൻകുട്ടി ഇവരും കൂടിയിട്ട് ആലോചിക്കും, നമുക്ക് CK ചന്ദ്രപ്പൻ്റെ അച്ഛൻ കരുണാകരൻ നമ്പ്യാരാണ്, സമര സഖാവാണ്, ആൾ ഒളിവിലാണ്, CK ചന്ദ്രപ്പൻ്റെ അച്ഛനാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, നമുക്ക് ഊർജം കിട്ടും. വയലാർ പ്രസ് വരുന്ന സമയത്ത് നമുക്ക് വയലാറിൻ്റെ കൂടെ അങ്ങ് പോവാം, പുള്ളിയെ കാണണം, ഊർജമാണ്, ഫൈറ്റ് ചെയ്യാൻ ഊർജം വേണം. വയലാർ അന്ന് പ്രസ്സിൽ വന്നില്ല, പെട്ടു, 10 പൈസയില്ല, ആലപ്പുഴയിലെത്തണം. ഒരു ചാപ്റ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ടാപ്പുകൾ മുഴുവൻ ഗോവിന്ദൻകുട്ടി, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ എല്ലാ ടാപ്പുകളിലും വെള്ളം കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ആലപ്പുഴ വരെ അങ്ങ് നടക്കാം. രാവിലെ മുതൽ ടാപ്പ് തുറന്നു, വാട്ടർ സപ്ലൈ ഒക്കെ സ്റ്റെപ്പ് മാറാനേച്ച് അടുത്ത ടാപ്പ് വർക്ക് ചെയ്യില്ല, വാട്ടർ സപ്ലൈ ഓക്കെ അല്ല, കണക്കെടുത്ത് പോവുകയാണ്, റിപ്പോർട്ട് ചെയ്യണം നമുക്ക്. ഇങ്ങനെ ഇവർ 2 പേരും കൂടി ആലപ്പുഴ വരെ നടക്കുകയാണ് ഒരു 3-4 മണിക്കൂർ. ഇത്ര ടാപ്പുകൾ വർക്ക് ചെയ്യില്ല, റിപ്പോർട്ട് കൊടുക്കും. എന്താ അതിൻ്റെ ഒരു എനർജി നോക്ക്. നേരെ ചെല്ലുന്നു, ഈ പറഞ്ഞ സഖാവിനെ കാണുന്നു, ഇരുട്ടിൽ നിന്ന് സംസാരിക്കുന്നു, ഊർജം കൊടുക്കുന്നു. തിരിച്ചു വരുമ്പോൾ കേസരി ബാലകൃഷ്ണ പിള്ളയെ കാണുന്നു. എനർജിയാണ്. നമ്മൾ ഏറ്റവും റബലാവുന്ന ആളുകളെ തന്നെ കണ്ടുകൊണ്ടിരുന്ന സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വൈബ്രേഷൻ നമ്മുടെ അകത്ത് വരും. പുറകോട്ട് 10 ദിവസം വീട്ടിലിരുന്ന ഞാൻ അധികം സംസാരിക്കാൻ പോയില്ല, പള്ളി പോണില്ലേ, ഒന്നും ധ്യാനാണ്, പെട്ടു. പിന്നെയും ആവർത്തനപരമായ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇറങ്ങി പുറപ്പെട്ടു, പൊട്ടിപ്പൊളിഞ്ഞ ചെരുപ്പോയിട്ട് ഇറങ്ങും, ഓടക്കുള്ളിലെടുത്ത് ഇറങ്ങുന്നു. അങ്ങനെയാണ് ഇവരൊരു ടീം ഈ 50കളിൽ ഫോം ചെയ്യുന്നത്. അവിടെയാണ് പ്രതിഭ ആർട്സ് ക്ലബ്ബ് രൂപപ്പെടുന്നത്. പ്രതിഭ ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് പീജാനി ചേട്ടൻ തുടങ്ങിയ, അതിനകത്ത് കൊച്ചിയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച നടീനടന്മാർ മുഴുവൻ പീജാനി ചേട്ടൻ്റെ ഒരു ഓറയിൽ വന്നവരാണ്. ഒരാളും അതിൽ നിന്ന് പുറത്തു പോയിട്ട് അല്ല. അവസാനം വരുമ്പോൾ നമുക്കറിയാം, തൃശ്ശൂരിൽ സ്റ്റേറ്റും ശാന്തകുമാരിയും ഒക്കെ കളരിയിലൂടെ പോയി ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവർ പറയും, റിഹേഴ്സൽ ക്യാമ്പിൽ ഒരൊറ്റ റിഹേഴ്സൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്താൽ മതി, നമ്മൾ എന്താണ് നാടകം, എന്താണ് ആക്ടിങ് പഠിക്കും. ഡയലോഗ് പഠിക്കാത്തവരെ മുഴുവൻ അതിരാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ പോലും കൊടുക്കരുത്, പത്രം വായിക്കട്ടെ മതി, ഉറക്ക വായിക്കണം. 5 മണിക്ക് 6 മണിക്ക് പത്രം വന്ന മുറ്റത്ത് വട്ടം കൂടി ഇരുന്ന് വായിക്കണം, ഇഷ്ടമുള്ള പാരഗ്രാഫ് വായിക്കണം. നകത്തിരുന്ന് പറയും മോഡുലേഷൻ അതല്ല, ഇന്ന സ്ട്രെസ്, ഇങ്ങനെ ഈ വായിച്ച് ഭാഷാശുദ്ധി വരുത്തിയിട്ട് പറയും 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇനി ചായ കൊടുത്തോന്ന് പറയും. റിഹേഴ്സൽ ക്യാമ്പിൽ ചില ചിട്ടകളാണ്. ഡയലോഗ് തെറ്റിയ നടികളുടെ ശാന്തകുമാരിയൊക്കെ പറഞ്ഞതാണ്, നമ്മളെടുത്തിട്ട് അടുത്ത കുളത്തേക്ക് ഇടാൻ പറയും. ഡയലോഗ് തെറ്റുന്നവരെ അങ്ങെടുത്തിടുക. അവൻ സോക്രട്ടീസ് രചനയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ എടുത്ത് കുളത്തിലെടുത്തിട്ടുണ്ട്. ഡയലോഗ് പഠിച്ചില്ല, കുളത്തിലിടുക, അവൻ വെള്ളം കുടിക്കട്ടെ എന്നിട്ട് പഠിക്കുള്ളൂ. ഭയങ്കര റഫ് ട്രീറ്റ്മെൻറ്റിലൂടെയാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ തിലകൻ ചേട്ടനും പീജാനിയും കൂട്ടിമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. അത് 68-ലാണ്. ഭയങ്കര ഒരു മുഹൂർത്തമാണ്.
ഈ പ്രതിഭാഷ് ക്ലബ്ബ് പറഞ്ഞപ്പോൾ നമ്മളറിയാവുന്ന പിന്നീട് ശങ്കരാടി ഒരു ചതി ഉപയോഗിച്ചുകൊണ്ട് അത് പിളർത്തി ഇൻകിലാബിൻ്റെ മക്കൾ എന്ന് പറയുന്ന വിപ്ലവ നാടകം കളിച്ചേ കൊണ്ടിരിക്കുന്നു. ആ കളിക്കുമ്പോഴാണ് മേരി ആന്റണിയായിട്ടുള്ള റിലേഷൻ വരുന്നത്. അവരൊപ്പം അഭിനയിച്ചിരുന്ന നടീനെ കല്യാണം കഴിക്കുന്നത്. വലിയ വിപ്ലവമാണ്. രാത്രി വണ്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് അവർ പൊക്കി കൊണ്ടുവരുന്നു, ഇരിഞ്ഞാലെ കൊണ്ട് താമസിപ്പിക്കുന്നു, രജിസ്ട്രേഷൻ നടത്തുന്നു. പ്രതിഭാഷ് ക്ലബിനെ പിളർത്തിക്കൊണ്ടുപോകുന്ന കായംകുളത്തെ ഒരു ഗൂഢാലോചന നടന്നു. അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പൊക്കെ ചേർന്നുള്ള കളിയായിരുന്നു. അത് KPSCയുടെ പങ്ക് അതിനുണ്ട് എന്നാണ് പറയുന്നത്. വേറെ കഥയാണ്. ഈ ഇത്രയും പേരിൽ നിന്ന് ആകെ 4 പേര് മാത്രമാണ് ഈ ഭൂരിപക്ഷം നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ട് അവരങ്ങ് അടിച്ചു മാറ്റി കൊണ്ടുപോയി. ബാക്കി 16 പേരും പി ജാനിച്ചാൻ്റെ കൂടെ നിന്നു. അപ്പോൾ ഭൂരിപക്ഷം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ന്യൂനപക്ഷം ഒരു കലാസമിതിയെ അടിച്ചു മാറ്റി കൊണ്ടുപോയതാണ് ഈ പ്രതിഭാഷ് ക്ലബിനെ കായംകുളം കൊണ്ടുപോയി. ഒന്നുമില്ല, അതോടുകൂടി അവിടെ ഇട്ടു. ഉടനെ തന്നെ പ്രതിഭാ തിയേറ്റേഴ്സ് തുടങ്ങി. പിന്നെ ആരോ പറഞ്ഞു, തൃപ്പൂണിത്തറൊരു നൃത്താധ്യാപകൻ പറയാണ്, ആന്റണി ചേട്ടാ നിങ്ങൾ ഈ പ്രതിഭാഷ് ക്ലബും വേറെ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടു, അതുകൊണ്ട് PJ തിയേറ്റേഴ്സ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെ പേരിലായതുകൊണ്ട് വേറെ ആർക്കും അടിച്ചു മാറ്റാൻ പറ്റില്ല. അങ്ങനെ 57 പ്രതിഭ തിയേറ്റേഴ്സ് പകരം PJ തിയേറ്റേഴ്സ് വരുന്നത്. അങ്ങനെയാണ് ആന്റണി ചേട്ടൻ പിന്നീട് PJ തിയേറ്റേഴ്സിൻ്റെ പേരിലാണ് നാടകങ്ങൾ വരുന്നത്. ഒരുപാട് ഉഴവുചാല് പോലുള്ള നാടകങ്ങൾ, മച്ചാട് വാസന്തി, നിലമ്പൂർ ഏഷ്യ, അന്ന് കിട്ടാവുന്ന കേരളത്തിലെ മികച്ച നടീനടന്മാർ KPSC ഖാൻ മുതൽ ഒരുപാട് പേര് വരുന്നു. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൻ്റെ ഇടയിലാണ് ഈ സിനിമകളുടെ ചരിത്രം. നമ്മൾ സിനിമകളുടെ ചരിത്രം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ 70ഓളം സിനിമകളിൽ വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ്. അതിന് നിർമ്മാലത്തിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര റബലായിരിക്കുക എന്ന് പറയുന്നൊരു മനുഷ്യൻ ചരിത്രം അതേപോലെ പാക്കപ്പെടുന്ന സമയത്ത് ഇപ്പോൾ തലയോടും ചെരുപ്പും പോലുള്ള നാടകം എഴുതുന്നു, പാർട്ടിക്കാട് എന്നുള്ളൊരു നാടകം എഴുതുന്നു. EMS സാക്ഷിയായിരിക്കുന്ന സമയമാണ്. പാർട്ടിക്കാട് എഴുതുമ്പോഴുള്ള രസം എന്താ വെച്ചാൽ 10-20 മിനിറ്റാണ് സംഭവം. പെട്ടെന്ന് രാവിലെ എഴുതുന്നു, രാത്രി കളിക്കുന്നു. ഭൂരിപക്ഷം ശരിയോ തെറ്റോ എന്നുള്ളതാണ് ചർച്ച വരുന്നത്. ഒരു സഖാവിൻ്റെ ഭാര്യ പ്രസവിക്കും, ഇന്നോ നാളെ പ്രസവിക്കും. പക്ഷേ ഭൂരിപക്ഷം പറയുകയാണ് ഈ സഖാവ് തന്നെ ഈ ടക്കർ ബോയ് ആയിട്ട് ഒളിവിലുള്ള ആൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോൾ, അല്ല ഇന്നൊരു ലീവ് തരണം എനിക്ക്, കാരണം ഭാര്യ ഇങ്ങനെ ഏത് സമയം ഡെലിവറി പ്രശ്നത്തിലാണ്. അത് പറ്റില്ല, നമുക്ക് ഭൂരിപക്ഷം ഇടാം. അപ്പോൾ കളിയാക്കിയിട്ടാണ് നാടകട്ട. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണോ അല്ലയോ ഒന്ന് ഭൂരിപക്ഷം പറയാൻ പറഞ്ഞു. ഭൂരിപക്ഷം പറഞ്ഞു ഗർഭിണിയല്ലാതെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫുഡ് കൊണ്ട് രാത്രി EMS എല്ലാവരും ഇരിക്കുമ്പോഴാണ് അല്ലക്ക് പാർട്ടി സഖാവേ നമ്മളെ കളിയാക്കി നടന്നത്. EMS പറഞ്ഞ മറുപടി എന്താ അറിയോ, അന്ധമായ ഭൂരിപക്ഷം എന്ന് പറയുന്നതിന് സത്യം മറന്നുകൊണ്ടുള്ള കളികളും സ്വീകരിക്കരുതെന്ന് നമുക്കിട്ടുള്ളൊരു വാണിംഗ് കാണാനാണ് ചേട്ടൻ തന്നത്. കാരണം ഗർഭിണിയായ ഭാര്യ അല്ലാതെ ഭൂരിപക്ഷം പറയുമ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭർത്താവ് പറയും എനിക്ക് പ്രശ്നമില്ല, ഞാൻ രാത്രി എന്നെ ഒളിവിൽ പൊക്കൊണ്ട് ഭക്ഷണം കൊണ്ട് പൊക്കൊണ്ട് പറയുന്നത് അസാധ്യമായ സട്ടയർ വെച്ചിട്ടുള്ള മനുഷ്യനാണ്. ഇതേ EMS തന്നെയാണ് വിമോചനം എഴുതാൻ പറയുന്നത്. രാത്രിക്ക് രാത്രി 2 റൂം ബുക്ക് ചെയ്യാൻ പറയും. ഇവിടെ നമ്മുടെ കാരിക്കാമുറി ഷാപ്പാണ്, അതായത് സാനുമാഷ വീടിൻ്റെ അടുത്താണ്. സ്ഥിരമായിട്ട് ഇവർ കൂടുന്ന ഷാപ്പാണത്, കാരിക്കാമുറി ഷാപ്പ്. അങ്ങനെ ഈ കള്ള് ഡെയിലി കഴിച്ചുകൂടി ഷുഗർ പേഷ്യൻ്റ് ആവുന്ന വെറുതെ ഒന്നുമല്ലല്ലോ, ഹൈ ഡയബറ്റിക് ആവും. അവിടെ നിന്ന് പൊക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു 2 റൂം വേണം. നേരം വെളുക്കുമ്പോഴേക്കും വിമോചനം നാടകം, വിമോചന സമരത്തിനെതിരെയുള്ള നാടകമാണ്. ആ ഒരു റൂമിൽ കയറിയിട്ട് അതിൻ്റെ ബിഗിനിങ് ടു എഴുതുന്നു, മറ്റേ റൂമിൽ അതിൻ്റെ എൻ്റെ ക്ലൈമാക്സ് ഇങ്ങോട്ട് എഴുതുന്നു. ഇദ്ദേഹം അടുത്ത റൂമിൽ പോകുമ്പോൾ എഴുതാൻ ആളുണ്ട് അവിടെ. രണ്ടും കൂടി ചേർത്ത് കൂട്ടി വെച്ചിട്ട് കൊടുക്കുന്നു വിമോചനം. അതായത് അറ്റത്തുനിന്ന് ക്ലൈമാക്സിൽ ഇങ്ങോട്ട് എഴുതുക, ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് എഴുതുക. ഇങ്ങനെ ഭയങ്കര കോൺസെൻട്രേഷനാണ്. ഞാൻ എടപ്പള്ളി മമ്മദക്കായിട്ട് സംസാരിച്ചപ്പോൾ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫിറ്റാക്കിയിട്ട് ഇദ്ദേഹത്തിനെ കയറ്റി വിടും, പൈസയൊന്നും കൊടുക്കില്ലായിരുന്നു. ഫിറ്റായിട്ട് കയറ്റിപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് പറയും കാഴിലോടിച്ച് ഇയാൾ ബോധം കെട്ട് ഇങ്ങനെ കാറിൽ എടുക്കണല്ലോ. എടപ്പള്ളി മമ്മദിൻ്റെ ഒരേ ഒരു അംബാസഡർ അന്ന് ഓടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് സിസ്റ്റം കൈരളി സൗണ്ടാണ് പിജാനി ചേട്ടൻ ഉപയോഗിച്ചിരുന്നത്. ഈ കാറിൽ കിടക്കുമ്പോൾ ഇയാളിങ്ങനെ ഓരോന്ന് പറയുന്നത്, ആദ്യം അടിച്ച് വീലായിട്ട് 10 വയസ്സിന് സംഘാടകരെന്ന് മേടിക്കാൻ പറ്റാത്ത നാറി കീറി എന്നൊക്കെ പറഞ്ഞിട്ടായ തെറി പറയാം. എന്നിട്ട് അവിടെ ചെന്ന് ആനണി മേരി ആന്റണി നിൽക്കുന്നു. ഇങ്ങനെ അവർ റെഡിയാക്കി തന്നിട്ടുണ്ട്, ഇരിക്കണം മുതലിനെ പിടിച്ചോന്ന് പറയും. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റിട്ട് നിങ്ങൾ ഇന്ന കിലോമീറ്റർ ഇത്ര ഫർലോങ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ മമ്മദ് മറ്റവൻ KN എന്നെ ഇങ്ങനെ തെറി പറഞ്ഞില്ലേ. നല്ല മെമ്മറിയാണ്. വീടിൻ്റെ അവിടെ മുറ്റത്തെത്തിയപ്പോൾ എന്താടാ നീ പറഞ്ഞ KN കൃത്യം മെമ്മറിയുന്നു. ഞാൻ ഡോസ്റ്റോവ്സ്കിക്ക് ഇങ്ങനെ മെമ്മറി കേട്ടല്ലോ. അത്ര ഫിക്സ് വന്ന് കിടന്നാലും നോവല് കർമ്മസഭ എഴുതുന്നു. അപ്പോൾ അത്താത്ത കോൺസെൻട്രേഷനാണ്, ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു
ഡിസിപ്ലിൻ വേറെയുണ്ട്. അതുകൊണ്ടാണ് ഇത്ര എഴുതാൻ പറ്റുന്നത്. ഇങ്ങനെ വരുന്നൊരു പി ജാനി ചേട്ടൻ്റെ അടുത്താണ് തിലകൻ ചേട്ടൻ വരുന്നത്. തിലകൻ ചേട്ടൻ മുണ്ടക്കയം തിയേറ്റേഴ്സിൽ നിന്ന് ഭയങ്കര വലിയ സംഭവമായിട്ട് വരുന്നത്. ഞാൻ സ്വന്തം നാടകം ഡയറക്റ്റ് ചെയ്താണ്. എന്നോട് പറഞ്ഞു, ഞാൻ 4 മണിക്കൂർ ഇന്റർവ്യൂ പറഞ്ഞു, ഞാൻ പി ജാനി ചേട്ടൻ്റെ ശിഷ്യനൊന്നുമല്ല, ഞാൻ മുണ്ടക്കയം തിയേറ്റേഴ്സിൻ്റെ ആളാണ്. സീമ എന്നുള്ള നാടകമാണ്. ചാച്ചപ്പൻ, വൈക്കം മാളവികയുടെ ചാച്ചപ്പനാണ് വിളിക്കുന്നത്. ഞാൻ വന്നു അഭിനയിക്കാൻ വരുന്നു. അപ്പോൾ ഒരു പുലി വരും, സംവിധായകനാണ്, ചുബിട്ടിട്ടൊരു പുലിയാണ് വരിക. പുലിയാ, കടുവ, ആര് വേണമെങ്കിൽ വന്നോട്ടെ എന്ന് തിലകൻ ചേട്ടൻ. അല്ല, ഭയങ്കര അച്ചടക്ക, കറക്റ്റ് 9 മണിക്ക് എത്തും, ഒക്കെ റെഡി എന്ന് പറയും. ആള് വന്നു 9 ആവാൻ 5 മിനിറ്റ് മുമ്പുള്ളപ്പോൾ വൈക്കം മാളവികയുടെ അവിടെ വന്ന് പുള്ളി ഇരിക്കുന്നു. ഒരു ഒറ്റ ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, വെടിയും കത്തിച്ചിട്ടിരിക്കും, കാലും കത്തിച്ചു. ചാച്ചപ്പൻ, എല്ലാ നടീനടന്മാരും വന്നോ? ഒരാൾ കുറവുണ്ട്, ഇന്ന് റിഹേഴ്സൽ ഇല്ല. എന്നിട്ട് പോയി. പിറ്റേ ദിവസം അതേ ടൈമിൽ 8:55 ആൾ വന്നിരുന്നു. എത്ര നേരം വെളുക്കോളം ഈ പറഞ്ഞ കള്ളു കുടിച്ച് 6 മണിയും വെച്ച് ഗസൽ പാടിയിരുന്നാലും ടൈമിനാളെത്തും. ചാച്ചപ്പൻ, ഇന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഒരു പുതുമുഖമുണ്ട്. ആരാ? തിലകൻ എന്ന് പറയും. വിളിക്കേ. തിലകൻ ചേട്ടൻ വന്നു. ഞാൻ തിലകൻ, മുണ്ടക്കയം തിയേറ്റേഴ്സ്. നീ മുണ്ടക്കയം തിയേറ്റേഴ്സ് ഒന്നും എനിക്കറിയണ്ട, ഡയലോഗ് പഠിക്കുവോ? ഡയലോഗ് തന്നിട്ടില്ലല്ലോ. ഇന്ന് തരും, നാളേക്ക് പഠിക്കുവോ? നോക്കാം. ബാക്കി എല്ലാവരും വിളിച്ചു. എല്ലാവരും ഡയലോഗ് പഠിച്ചിട്ടുണ്ടോ? സീൻ ചെയ്യാം. ഡയലോഗ് പഠിച്ചില്ലെങ്കിൽ അന്ന് റിഹേഴ്സലില്ല. തിലകന് മാത്രം അളവ്, ബാക്കി എല്ലാവരും ഓക്കെ. തിലകൻ പറഞ്ഞു, അല്ല, എനിക്ക് വെറുതെ ബൈ ഹാർട്ട് പിടിച്ചിട്ട് നാടകം പറ്റില്ല, എനിക്ക് മൂവ്മെന്റ്സ് ഇട്ട് തരണം. അങ്ങനെയുണ്ട്. മൂവ്മെന്റ്സ് ഇട്ടോ, ഞാൻ 2 മണിക്കൂറോട് ഡയലോഗ് പഠിക്കാം, സീൻ ഓക്കെ ആവും. അത് ശരി, ചാച്ചപ്പൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു പ്രണയരംഗമാണ് തിലകൻ ചേട്ടനും വേറെ ആരുള്ള ഒരു കാമുകിയായിട്ടുള്ള കോമ്പിനേഷൻ. 2 മണിക്കൂർ കൊണ്ട് പഠിക്കുമോ? മൂവ്മെന്റ്സ് ഇട്ട് തരണം. ബൈ ഹാർട്ട് ഇങ്ങനെ കുട്ടികൾ തത്തമ്മ പൂച്ച നടക്കൂല. ശരി, എന്നാൽ ഒരു സീൻ ചെയ്യാം. 14 മിനിറ്റുള്ള സീനാണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. തിലകൻ്റെ ഇന്റർവ്യൂവിൽ നിന്ന് വരും. മൂവ്മെന്റ്സ് ഇട്ടു, ഓക്കെ. എന്നെ പൂജയുടെ അവിടെ നിന്ന് ഓക്കെ ഡയലോഗ് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അത് നല്ല നാടകങ്ങളുടെ പ്രത്യേകത ഈ ഡൈനാമിക്സ് ഉണ്ടല്ലോ, സ്പേസ് നന്നായി ഉപയോഗിക്കും. അല്ലാത്തതും നാടകം ഫ്രണ്ടിൽ നിന്ന് വർത്താനം പറഞ്ഞു കഥാപ്രസംഗം പോലെ. സ്പേസ് ഉപയോഗിക്കുന്നതാണ് നാടകം, അതിൻ്റെ ചലനാത്മകത. ആണിചേട്ടൻ ഇങ്ങനെ കംപ്ലീറ്റ് ഈ സാധനം ചെയ്യുന്നു. ഈ സംഗതി ചെയ്തതിനു ശേഷം ഓക്കെ ഭക്ഷണത്തിന് ശേഷം തുടങ്ങാം. ഓക്കെ, ഞാൻ ബൈ ഹാർട്ടാണ്. മണിയായിട്ട് തിലകൻ ചേട്ടൻ ആക്ട് ചെയ്യുന്നു. ഈ 14 മിനിറ്റും വിത്തൗട്ട് പ്രോംപ്റ്റിങ് ചെയ്യുന്നു. കണ്ട് പഠിക്ക് ബാക്കിയുള്ളവരോട്. അന്ന് മുതൽ തിലകൻ ചേട്ടൻ അസോസിയേറ്റ് ആക്കി. അവർ ചേർന്നിട്ടാണ് കാളരാത്രി പോലുള്ള അടിയന്തരാവസ്ഥക്കെതിരെയുള്ള നാടകങ്ങളൊക്കെ എഴുതുന്നത്. തെരുവ് നാടകം, ഒരു ദിവസം 7 കളി വെച്ച് കഴിക്കുക. അന്ന് ഈ പറഞ്ഞ ഷമ്മി തിലകന് 7 വയസ്സാണ്. അന്നത്തെ കോൺഗ്രസ്സുകാർ ഒക്കെ ഈ ആസിഡ് ബൾബൊക്കെ ആയിട്ട്, നമ്മുടെ നിലമ്പൂർ ഐശ്വര്യയുടെ കഥയിലെ പറയാം, ആസിഡ് ബൾബ് എറിഞ്ഞു വെടിവെച്ചു എന്നൊക്കെ പറയും. ഇദ്ദേഹത്തിന് വളഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടി. കാരണം കരുണാകരൻ, ഇന്ദിരാഗാന്ധി, ഈ ചെറുവാര്, ജയറാം പടിക്കൽ ക്യാരക്ടേഴ്സാണ്, ഭീകര കഥാപാത്രങ്ങളാണ്. 77 അടിയന്തരാവസ്ഥയുടെ സംഭവം എടുത്തിട്ട് റെഫർ ചെയ്തിട്ടാണ്. അന്ന് നരിക്കുറ്റി മോഹൻ്റെയൊക്കെ ലേഖനങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ്. പോലീസ് റെയ്ഡിന് വരുന്നതും സ്ക്രിപ്റ്റ് എടുത്തിട്ട് 10 വീട് അപ്പുറം വെച്ചു. ആന്റണി ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്, SI, നിങ്ങളിത് എഴുതുന്നുണ്ടെന്ന് കേട്ടു, മേലുദ്യോഗസ്ഥൻ വന്ന് കണ്ടുപിടിച്ചാൽ ഞാൻ പെടും. ഓക്കെ, 10 വീട് അപ്പുറത്ത് സ്ക്രിപ്റ്റ് മാറ്റി വെച്ചിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. SI പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആരാധകനാണ്, ഞാനിത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ കളിക്കുന്നൊരു പ്ലേ ആണ്. അന്ന് ഷമ്മി തിലകനൊക്കെ 7 വയസ്സാണ്. അങ്ങനെ പ്രബൽ എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നു, ആ സമയത്ത് KPSC അടിയന്തരാവസ്ഥക്കെതിരെ എന്ത് നാടകമാണ് ചെയ്തത്? അന്ന് അച്ഛനും കരുണാകരനും കൂടി ഭരിക്കുകയായിരുന്നു. പിന്നെ KPSCക്ക് വല്ലതും മിണ്ടാൻ പറ്റുമോ? പി ജാനി ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, വലിയ തോപ്പിൽ പാസ്, വലിയ വിപ്ലവകാരിയാണ്, പക്ഷെ അടിയന്തരാവസ്ഥക്കെതിരെ നാടകം അതല്ലെങ്കിൽ ഞാൻ തന്നെ വേണം. അത്ര തീവ്രമാണ് ആള്. സോക്രട്ടീസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ നാടകങ്ങൾ, സോക്രട്ടീസ് എന്ന് പറയുന്നത് വേറൊരു ഡയമെൻഷനാണ്. കാരണം വിദേശ ഗ്രീക്ക് ചിന്തകന്റെ കഥ മാത്രമാണ്. ബാക്കിയെല്ലാം കണ്ടംപററി, ഇന്നത്തെ മണ്ണിന്റെ പ്രശ്നമാണ്, ഇന്നത്തെ സ്ലാങ് ആണ്, ഇന്നത്തെ കർഷക തൊഴിലാളികളുടെ പ്രശ്നമാണ്, ഇന്നത്തെ നക്സലൈറ്റ് മൂവ്മെന്റിന്റെ പ്രശ്നമാണ്, സോഷ്യലിസം. ഈ പറഞ്ഞ ഷോ കാണിക്കുന്ന ആളുകളെ കളിയാക്കുന്ന കാഴ്ച ബംഗ്ലാവ് പോലുള്ള നാടകങ്ങൾ.
ഇൻക്ലാബിൻ്റെ മക്കൾ പോലുള്ള നാടകങ്ങൾ, തലയോടും ചെരുപ്പ്. കാരണം കണ്ടംപററി ഇന്ന് വരുന്ന ഇഷ്യൂവിനെ ഇന്ന് നാടകം എഴുതി ഒരാഴ്ചക്കുള്ളിൽ കളിക്കുന്നതാണ്. രാഗം പോലെയുള്ള നാടകങ്ങൾ, ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള അഴിമതി കാണിക്കുന്നതിനെതിരെയുള്ളത്, അച്ഛനായിട്ട് ബന്ധപ്പെട്ട രശ്മി പോലുള്ള നാടകങ്ങൾ ഒക്കെ എടുത്തു നോക്കിക്കോ. അത്ര സമകാലിക നാടകവേദിയുടെ മുന്നണി പോരാളി എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ടാണ്. അത് ലോക നാടകവേദിയുടെ എല്ലാ രംഗഭാഷയും ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റീൻബർഗിൻ്റെ, ഞാൻ പിന്നീട് അറിഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്ലാസിക്കുകളുണ്ട്, ബ്രെറ്റിൻ്റെ പുസ്തകങ്ങൾ മുതൽ എല്ലാം റെഫർ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ചക്രായുധം പോലുള്ള നാടകം എഴുതാൻ പറ്റില്ല. ഒരു ശവക്കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കവി സംസാരിക്കുന്ന ഒന്നാണ്. ചങ്ങമ്പുഴയുടെ ശവക്കല്ലറയ്ക്കുള്ള തല്ലൂട്ടത്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതിലൊരു നടീനെ മീഡിയ വളയുന്നത് അന്നേ 70കളിൽ ഈ പറഞ്ഞ ക്യാമറ യൂണിറ്റ് അടക്കം സ്ക്രിപ്റ്റിൽ വരുന്നൊരു നാടകം രാമസ്കുളുകാരോട് ഞാൻ പറഞ്ഞിരുന്നു, അതെടുത്ത് പ്രയോഗിക്കുന്നു. നടീനെ വളർന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ ഗുരുവാണല്ലോ ഈ ആശാൻ, ഇദ്ദേഹത്തിൻ്റെ ശവക്കല്ലറനെ കയറി നിങ്ങൾ നൃത്തം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ അവാർഡ് ഞങ്ങൾ മേടിച്ചു തരാമെന്ന് പറയുമ്പോൾ അതിന് വഴങ്ങുന്ന നടീനെ ചക്രായുധം പോലുള്ള നാടകത്തിലേ വെച്ചിരിക്കുന്നു പി ജാനകി. പ്രളയം പോലുള്ള നാടകത്തിലെ കഥാപാത്രങ്ങളാണ് ക്രിസ്തു, കൃഷ്ണൻ, സോക്രട്ടീസ്, ബുദ്ധൻ. പ്രളയം സർറിയലിസ്റ്റിക് നാടകം. അത് വന്നതിന് ശേഷം ഈശ്വരൻ അറസ്റ്റിൽ എഴുതപ്പെട്ടത്. ഫസ്റ്റ് വന്ന് പ്രളയ, പിന്നീടാണ് ഈശ്വരൻ അറസ്റ്റിൽ വരുന്നത്. പോർട്ടർ കഥാപാത്രങ്ങളാണ്. അതിഭീകരമായ പരീക്ഷണ നാടകങ്ങളുടെ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സോക്രട്ടീസിന് ഏറ്റവും മികച്ച രചനകളാണ്. ലാസ്റ്റ് എഴുതുന്ന നാടകം പാപികളാണ്. മരിക്കുന്നതിൻ്റെ മുമ്പ് കള്ളന്മാരുടെ കഥയാണ്. കള്ളന്മാരും കള്ളന്മാരുടെ നേതാവായിട്ടുള്ള ആളുടെ കഥയാണ്. അത്രയും, കാരണം ആ പീരീഡിൽ എഴുതപ്പെടുന്ന ബഷീറിൻ്റെ നോവലുകളും പൊൻകുന്നം വർക്കിയുടെ തോപ്പിൽ പാസ്റ്റൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകങ്ങളും ഈ പറഞ്ഞ നമ്മുടെ തകഴിച്ചേട്ടൻ ഇതുണ്ടാക്കുന്നൊരു പ്രചോദനത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ ഹാർമോണിസ്റ്റിനെ എടുത്ത് ദൂരളയുന്നു. റിയൽ ആയിട്ടുള്ള സംഭവത്തിന് സ്ലാങ്, അച്ചടി ഭാഷ വിട്ടിട്ട് സ്ലാങ് ഭാഷയിൽ ഇത്രയധികം മണ്ണ്, ഞങ്ങളുടെ മണ്ണൊക്കെ വായിച്ചാൽ മനസ്സിലാവും. പക്ക സ്ലാങ് ആണ് ഉപയോഗിച്ചത്. അപ്പം അങ്ങനെ ഒരു സമഗ്രമായ ഒരു 115 നാടകങ്ങളിലൂടെ കയറി വന്ന് അതിഗംഭീരമായ, അതുകൊണ്ടാണ് ഞാൻ ഈ NDS-ന്റെ 4 വോളി ഇറക്കുന്നതിൽ ഫസ്റ്റ് എസ് രമേശൻ പറഞ്ഞിട്ട് എഴുതിയത് ഒരു വലിയ ലേഖനമാണ്. എൻ്റെ ഫസ്റ്റ് വോളിയത്തിൽ അവതാരികയാണ്. പി ജെ ആന്റണി സമകാലിക നാടകവേദിയുടെ മുന്നണി പോരാളി. എൻ്റെ മനസ്സിൽ പി ജെ ആന്റണി, എൻ പിള്ള, KT മുഹമ്മദ്, തോപ്പിൽ വാസിയ, ഒരു 10 നാടകൃത്തുക്കളാണ് ആ സമയത്ത്. റബ്ബൽ എന്ന് പറയും. ശങ്കരപ്പള്ളിയൊന്നും ഞാൻ അത്ര മൈൻഡ് ചെയ്യുന്ന ആളല്ല. വിഷം പറയല്ല. കാരണം കണ്ടംപററി തിയേറ്റർ, ഇന്ന് കണ്ടംപററി തിയേറ്റർ എവിടെയാണ് എന്ന് നോക്കിയാൽ നമുക്ക് പറയേണ്ടി വരും. പി ജെ ആന്റണിയൊക്കെ ഇതേപോലുള്ള റബ്ബലായിട്ടുള്ള ആളുകളെ മറന്നുകൊണ്ട് ചുമ്മാ കോർപ്പറേറ്റ് ഷോ കെട്ടിക്കളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പി ജെ ആന്റണിയുടെ ഈ സമ്പൂർണ്ണ കൃതികൾ 4 വോളിയത്തിലൂടെ പോകണം. ഇത് ജീവചരിത്രം ഇതിനകത്ത് പറഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ ഒരു റബൽ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. സമരങ്ങളുടെ തീച്ചൂളകൾ വന്ന 40കളിൽ പുന്നപ്രവയലാറും കയ്യൂരും കരുവള്ളൂരും വന്തിക്കാട് സമരങ്ങളും ആ ഒരു സമരമുഖത്ത് കൂടിയാണ് പ്രതിഭ ആർട്സ് ക്ലബ്ബും പാത്താടനും ഗോവിന്ദൻകുട്ടിയൊക്കെ കൂടി ഫൈറ്റ് ചെയ്ത് കയറുന്നത്. 64 പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആന്റണി ചേട്ടൻ ഭയങ്കര നിരാശനായിരുന്നു. അത് കുറേ സഖാവ് നാരായണേട്ടനൊക്കെ അങ്ങനെ പറയുന്നു, എന്താണ് കൺഫ്യൂഷൻ. പക്ഷെ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. പിന്നെ സിനിമ ലോകത്തേക്ക് പോകുന്നു. സിനിമയിൽ ഒരുപാട് തിക്താനുഭവങ്ങളുണ്ട്. സത്യന് 10,000 കിട്ടുന്ന സമയത്ത് പിജാനി ചേട്ടന് 3,000 കൊടുത്തിരുന്നു. ആ 3,000 1000 കൊടുക്കുള്ളൂ, ബാക്കി കടമാണ്. അപ്പം മേരിയാണി പറഞ്ഞത് കുറിപ്പ് കൈപ്പട എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ആൾ ഇത്ര കടം. ഞാൻ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ആ പഴയ കൈപ്പട അതൊക്കെ പിന്നെ അവർ നശിപ്പിച്ച് കളഞ്ഞു. പൈസ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ശാസ്ത്രീയ പരീക്ഷ പാസ്സായ ഒരാളാണ്. നിഷ്കാമ കർമ്മ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവസാനം വരെ വാടക വീട്ടിൽ നിന്നൊരു മനുഷ്യനാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ ലോകത്ത് അത്ര പട്ടിണി കിടക്കേണ്ട ആവശ്യം വരില്ലായിരിക്കാം. പക്ഷെ വാക്കുകൾ അക്കിനി എന്ന് പറയുന്നത്, മട്ടാഞ്ചേരി മറക്കാമോ എന്ന് പറയുന്ന 4 വരി പാടിക്കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം. കഴിഞ്ഞു. ഈ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ വെടിവെപ്പും അതിൻ്റെ ഭാഗമായിട്ട് 3-4 സഖാക്കൾ കൊല്ലപ്പെടുന്ന സമയത്ത് മട്ടാഞ്ചേരി മറക്കാമോ, അത് ഒരു വീര്യം തന്നിട്ട് അവസാനിപ്പിക്കുക നല്ലത് തോന്നി. അപ്പോൾ ഇവിടുന്ന് ഈ തലയിൽ ഇതേപോലെ ഒരു ചുവന്ന കെട്ടും കെട്ടിയിട്ട് ഒരു മനുഷ്യനെ അങ്ങ് പറയണം. കർഫ്യൂ ഉള്ള സമയമാണ്. കർഫ്യൂ ഉള്ള സമയത്ത് അങ്ങനെയൊന്നും സമ്മതിക്കില്ല. പക്ഷെ പുള്ളി അവിടെ നിന്ന് വരുന്നു. ഇവിടെ രാജേന്ദ്ര മൈതാനം ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഇവിടെ അല്ല ഈ സെൻട്രലിലേക്ക് കയറി വരുമ്പോഴേക്കും 12,000 പേര് വരുന്നു എന്നുള്ളത്. മട്ടാഞ്ചേരി മറക്കാമോ വളരെ അന്നത്തെ ഏറ്റവും പോലീസ് പട്ടാളത്തിൻ്റെ കർഫ്യൂവിനെതിരെയുള്ളതാണ്. കാട്ടാളന്മാർ എന്ന് കോൺഗ്രസ് ഭരിക്കുന്ന, കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഐക്യ കേരളം എന്നുള്ളത് 56 വരുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതിന് മുമ്പുള്ള 50കളിലുള്ള സംഭവമാണത്. അപ്പോൾ
ഭരണകൂടം എന്നുള്ള രീതിയിൽ അന്ന് ദിവാൻ ഭരണം അങ്ങനെയാണല്ലോ ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്നത്. നമുക്ക് മറ്റൊരു രീതിയിൽ ഇലക്ഷൻ 51 ശേഷം വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. കാട്ടാളന്മാർ നാടുഭരിച്ചു, നാട്ടിൽ തീമഴ പെയ്തപ്പോൾ പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി മറക്കാമോ? അങ്ങോട്ട് വരികയാണ്. കാട്ടാളന്മാർ നാടുഭരിച്ചു, നാട്ടിൽ തീമഴ പെയ്തപ്പോൾ പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി മറക്കാമോ? ആകാശത്തിൻ കാഹളമൂതി തൊഴിലാളികൾ ഒരു പടയണിയായി അവിടെ നിന്നവർ അഭിമാനത്തിൻ കൊടികളുമേന്തി പടപൊരുതാൻ മാർച്ച് ചെയ്തിലാണ്. പിന്നാലെ 4 പേര് കൂടുന്നു, KM കൂടുന്നു, ഉടനെ ശങ്കരാടി ഓടിക്കുന്നു, ഗോവിന്ദൻകുട്ടി വരുന്നു. പടയണിതൻ കരളുകൾ തോറും കണ്ണുകൾ തോറും തീപാറി പടനീക്കത്തിന് പുതിയൊരു ചേതന കൈവന്നങ്ങനെ മുന്നേറി. ഖദറിനുള്ളിൽ കത്തുകിടന്ന ഒരു അണലിപ്പാമ്പിന് കലി കയറി. കോൺഗ്രസ് ഭരണുണ്ട്. ഖദറിനുള്ളിൽ കത്തുകിടന്ന ഒരു അണലിപ്പാമ്പിന് കലി കയറി. ഖദറിൻ പാട്ടുകൾ പാടു തോക്കുകൾ ഇടിവണ്ടികളിൽ പാഞ്ഞേറി. ഇടിവണ്ടികളും കൊലയാളികളും വെടിയുണ്ടകളും വന്നപ്പോൾ വെടിയുണ്ടകളെ പുല്ലാക്കരുതും ചുരുൾ മുഷ്ടികൾ ഉയരുകയായി. അരിയോരക്രമരാഹിത്യത്തിൻ തോക്കുകൾ അപ്പോൾ തീ തുപ്പി ഉരിയരി വാങ്ങാൻ കാശിന് നിൽക്കും തൊഴിലാളികളുടെ നെഞ്ചുകളിൽ. മട്ടാഞ്ചേരി മറക്കാമോ? കേരള നാട്ടിൻ വീരസുതന്മാർ അവരുടെ ചെന്നി അധികാരത്താൽ കേരള നാട്ടിൽ ചോര കുടിക്കും ദുർഭരണത്തിന് വിധിയെഴുതി. മായാതെന്നും തൊഴിലാളികളുടെ കരളിൽ തിങ്ങും കഥകളുമായി മട്ടാഞ്ചേരി ഉയർന്നു മണ്ണിൽ മോചന സമര പാതകളുമായി. നാട്ടിനു വേണ്ടി ചോരയൊഴുക്കിയ നാട്ടിൽ വീരഭടന്മാരെ, നാട്ടിൻ ചോരക്കുഴലുകൾ തോറും വീര്യമേറ്റും നിങ്ങൾക്കായി വഴിവക്കുകളിൽ പുൽക്കുടിലുകളിൽ തൊഴിൽശാലകളിൽ വയലുകളിൽ വഴിയും ധീരതയാർന്ന അഭിവാദനങ്ങളും ഉരുളും മുഷ്ടികളെയിരുന്നു. അറബിക്കടലിൽ അലറുകയാണ് അറുതി വരുത്തണം അതിവേഗം അറുകൊലത്തുള്ളും ദുർഭരണത്തിന് അറുതി വരുത്തണം അപ്പോഴും. ഇങ്ങനെ പാടിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു വിപ്ലവ വീര്യമുള്ള ആരെയും കൂസാത്ത, ഒരു പക്ഷേ സ്വന്തം തലച്ചോറിൽ ഒരു അരണിയുമായി നടന്ന മനുഷ്യൻ, കുന്തിരിക്ക പുകയും മെഴുതിരിയും എല്ലാം കൊണ്ടിടല്ല, പന്തവും അരണിയുമായിട്ട് നടന്നൊരു മനുഷ്യൻ. അത്തരം മനുഷ്യന്മാരുണ്ടാവട്ടെ, അല്ലാതെ ഇനി ഉള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. മരണത്തെ പേടിക്കാതെ പോരാടുക. ചരിത്രത്തിലേക്ക് സ്പാർട്ടക്കസുമാരും ഒക്കെയാണ് മുന്നോട്ട് വരിക. പീജാനി പോലുള്ള ഒരാളെ എത്ര തമസ്കരിച്ചാലും തമസ്കരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം അത് കാലത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പീജാനി ജീവിതരോഹാനം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ചുമ്മാ ഒരു പ്രചരണം കൂടിയാണ്. കേരള സാഹിത്യ അക്കാദമിയിൽ കുറച്ചും കൂടി കോപ്പികളുണ്ട്. ഇത് മോഹൻലാലിൻ്റെ കയ്യിലും മധുവിൻ്റെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ഉണ്ട് പുസ്തകം. നിങ്ങളും കൈപ്പറ്റുക. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടോ ചർച്ച ചെയ്യുക. തീർച്ചയായിട്ടും ഇങ്ങനൊരു വേദി തന്ന ഈ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിൻ്റെ സംഘാടകർക്കും എന്നെ വിളിച്ച അഡ്വക്കേറ്റ് പ്രസാദും സോമനും മുതലുള്ളവർക്കും വളരെയധികം നന്ദിയുണ്ട്. മകൻ ബിന്ദു പാടിക്കൊണ്ട് തുടങ്ങുന്നു, ഞാൻ മട്ടാഞ്ചേരി മറക്കാമോ പാടിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു സ്ട്രക്ചറാണത്. വസന്തകാലമേ മറഞ്ഞു പോയി നീലവാനമോ, ആ പൂക്കൾ പുഞ്ചിരിക്കും കാലമോർത്തു ഞാൻ കരഞ്ഞില്ല. പീജാനി ചേട്ടൻ പാകിയ പൂക്കൾ ഇന്ന് പുഞ്ചിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചുമ്മാ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശക്തമായ നാടകങ്ങളും സംവാദങ്ങളും കുടുംബ സദസ്സുകളും വായനശാലകളിലെ കുട്ടികളുടെ കുട്ടിക്കവിതകൾ അടക്കം കൊണ്ടുവന്ന് നമ്മൾ ബാലസംഘം അടക്കം ഉണർന്ന് പ്രവർത്തിച്ച് പോകണം. അല്ലെങ്കിൽ ബാലഗോകുലം നമ്മുടെ കുട്ടികളെ അടിച്ചു കൊണ്ടുപോകും. ഇത്തരം കോൺഫറൻസുകളെല്ലാം ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ശക്തിയും ഊർജവും ആവിഷ്കാര സ്വാതന്ത്ര്യവും വൈവിധ്യമാർന്ന കാര്യങ്ങളും ഇത് വേറെ വടക്കേന്ത്യയിൽ എവിടെയും നടക്കില്ല, ഇവിടെ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു പ്രഭാഷണം വേദി പങ്കിട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.
PG ആന്റണി അനുസ്മരണ പ്രഭാഷണം ഇവിടെ അവതരിപ്പിച്ച ശ്രീ ചാക്കോടി അന്തിക്കാടിന് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ഒരു സ്നേഹോപകാരവും സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കൃത്യം 2 മണിക്ക് തന്നെ ഇവിടെ അടുത്ത സെഷൻ ആരംഭിക്കുന്നതായിരിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണം, സെൻസസ് ഫീ ലിമിറ്റേഷൻ എന്ന വിഷയത്തിലുള്ള സംഭാഷണമാണ് ആരംഭിക്കുന്നത്. ഏവരും കൃത്യം 2 മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ